എല്ലാം ചിറപ്പര ഭഗവതിയുടെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നിന്നെ പോലെ ഐശ്വര്യവും തറവാടിത്തമുള്ള ഒരു പെണ്ണിനെ എന്റെ മരുമകളായി കിട്ടുമോ? അല്ലമ്മേ, അമ്മയുടെ മകന്റെ ഭാര്യയാകാൻ കഴിഞ്ഞ ഞാനാണ് ഭാഗ്യവതി. ഒന്ന് വേഗം വാ എന്റെ പൊന്നു സാറേ. കുറെ നേരമായല്ലോ അമ്മായിയമ്മയും മരുമകളും കൂടെ പ്രാർത്ഥിക്കാൻ പോയിട്ട്. എടാ, പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നത് വീട്ടിലിരിക്കുന്ന ആണുങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാ. ഓ, എന്നിട്ട് ഇവിടെ അങ്ങ് പരമ സുഖമല്ലേ? നിനക്ക് അമ്പലത്തിൽ പോകണമെന്ന് വിചാരമില്ലെങ്കിൽ വേണ്ട. പോകുന്നവരെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ഇല്ലേ, ആരെയും കുറ്റപ്പെടുത്തുന്നില്ലേ. പ്രഭേട്ടന്ന് നേരത്തെ എണീറ്റോ? ചേടാ, ഇപ്പൊ കുറ്റം മുഴുവൻ എന്റേതായോ? ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഒരു ഭാര്യയുടെ പ്രധാന കടമ. അതിനുശേഷമേ ഉള്ളൂ അമ്പലവും ദൈവവും ഒക്കെ. അതുകൊണ്ട് ശ്രീമതി ലക്ഷ്മിക്കുട്ടി പോയി ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവരാൻ നോക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ആ, ചെല്ലു ചെല്ലു. ആഹാ, നേരം വെളുത്തില്ല. അതിനുമ്പ് ചേട്ടൻ തുടങ്ങിയോ? കഴിഞ്ഞ 12 വർഷമായി ഞാൻ എടുക്കുന്ന കസർത്തിന്റെ പലമാടി താടി, അല്ലാതെ ഇവിടുത്തെ കഞ്ഞിവെള്ളത്തിന്റെ ഗുണമൊന്നുമല്ല. അതെ അതെ. ദേ, അമ്മയൊന്ന് തൊട്ടു നോക്കിയേ മിസ്റ്റർ കേരള രഘുകുമാറിന്റെ മസില്. കാലത്തെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, പറഞ്ഞേക്കാം. അമ്മയൊന്നും പറയണ്ട, അടുക്കളയിലോട്ട് ചെല്ല്, വിശക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഈ മീശയ്ക്ക് ഇത്ര കട്ടി വേണ്ടെന്ന്. കണ്ട പേടിയാവും. ഇതൊക്കെ പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു അടവല്ലേ ലക്ഷ്മിക്കുട്ടി? അതെ, ഈ മീശ കളഞ്ഞിട്ട് നേരിയ മീശ വെച്ചാൽ പ്രഭേട്ടനെ കാണാൻ എന്ത് ഭംഗിയാണോ. ഓ, അതിൽ കുറച്ചുള്ള ഭംഗിയൊക്കെ മതി. പെണ്ണ് കാണാൻ വന്നപ്പോ പറയാമായിരുന്നില്ലേ ഈ മീശ വെട്ടി കുറച്ചാലേ കല്യാണം കഴിക്കുമെന്ന്? അന്ന് ഞാൻ പറയാൻ ഭാവിച്ചതാ. എന്നിട്ട് എന്താണാവോ പറയാഞ്ഞത്? വേണ്ടെന്ന് വെച്ചു. എന്നാലേ പൂവാലന്മാരെ പോലെ പൊടിമീശം വെച്ച് നടക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാനൊരു അധ്യാപകനാണ്. മാത്രമല്ല എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ. എന്ത് പറഞ്ഞാലും പ്രിൻസിപ്പൽസും കൊണ്ടുവരും. ദേ നോക്ക്, നിന്റെ ഈ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് ഒരു മദാമയെ പോലെ നടക്കാൻ പറഞ്ഞാ നീ സമ്മതിക്കൂ? ഇരു പാർട്ടികൾക്കും കോട്ടം തട്ടാതെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് നീങ്ങാമെന്നേ. മതി മതി, സാർ സ്കൂളിൽ പോവാൻ നോക്ക്. നേരം കുറയായി. അമ്മേ. എന്താ മോളെ? പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. മോളെ ചെന്ന് പ്രഭാകരനോട് ചോദിക്കും. എന്താ മാഡം, പേടിച്ചു പോയോ? നല്ല ആളാ.
ഞാൻ എത്ര നേരം കോളേജിൽ കാത്തുനിന്നറിയാമോ? ഐ എം സോ സോറി. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആ താൻ അങ്ങോട്ട് കയറി. ഇവിടെ വെച്ചോ? ആ പിന്നല്ലാതെ. അയ്യോ ഞാനില്ല, പ്രവേട്ടനെങ്ങാനും അറിയും. തുടങ്ങിയൊരു പ്രഫേട്ടൻ. ഡോ എനിക്ക് നിൽക്കാൻ നേരം എനിക്കറിയാലോ. ആ കയറി കയറി. ഇരുവേട്ടും പറ്റോ? നാളെ കാണാം. ഓക്കെ ആസ് യു വിഷ് മാഡം. അട്ടെ ബൈ. പ്രഭാകരന്റെ അച്ഛൻ മരിക്കുമ്പം പടിഞ്ഞാറേക്കരക്കാരുടെ വീട് വരെയുള്ള സ്ഥലം ഈ കോലത്തറവാടിന്റെ വകയായിരുന്നു. മക്കളെ വളർത്താനായി എല്ലാം വിറ്റു. ഇനിയിപ്പോ ബാക്കിയുള്ളത് ജയയുടെ പേരിലുള്ള ഈ വീടും അതിരിക്കുന്ന 8 സെന്റ് സ്ഥലവുമാണ്. കഴിഞ്ഞതൊക്കെ മറക്കും അമ്മേ. എന്തിനാ അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത്? ആ പ്രവേട്ടം വന്നു. അമ്മയും മരുമകളും കൂടെ പരദൂഷണം പറച്ചിലായിരിക്കും. നീ പോടാ അവിടുന്ന്. പരദൂഷണം പറച്ചിലൊക്കെ ഇക്കാലത്ത് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങൾക്കാ. അമ്മ പഴയ കാര്യങ്ങൾ ഓരോന്ന് പറയായിരുന്നു. ഓ അത് ശരി. മോനെ ചന്ദ്രന്റെ കത്ത് വന്നിട്ടുണ്ട്. വായിക്കുന്നത് എന്തിനാ? വിവരങ്ങളൊക്കെ കാണാപ്പാടമല്ലേ. പ്രിയപ്പെട്ട ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? എനിക്കിവിടെ പ്രത്യേക വിശേഷമൊന്നുമില്ല. പിന്നെ കയ്യിലെ പണമൊക്കെ തീർന്നു. ഹോസ്റ്റലിൽ പണം കൊടുക്കണം. പിന്നെ ഫീസും. കുറെ പണം ഉടനെ അയക്കണം. രഘുവിനും ജയയ്ക്കും പ്രത്യേകം സ്നേഹാന്വേഷണങ്ങൾ. സ്നേഹപൂർവ്വം ചന്ദ്രൻ. ഇതൊക്കെ അല്ലാതെ വേറെ എന്തെഴുതാൻ? എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ പണത്തിന് ചെലവുണ്ടാവില്ലേ? കൈക്കൂലി കൊടുക്കാതെയും കാല് പിടിക്കാതെയും ഒരു ജോലി സമ്പാദിക്കട്ടെ എന്ന് കരുതിയാ ഞാനിതൊക്കെ ചെയ്തു. പക്ഷെ വീട്ടിലെ സ്ഥിതി കൂടി മനസ്സിലാക്കണ്ടേ? അടുത്ത വർഷത്തോടെ അവന്റെ പഠിപ്പ് കഴിഞ്ഞു. പിന്നെ നിന്റെ ഭാരം കുറെ കുറയില്ലേ മോനെ? ആ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നാളെ തന്നെ അയക്കാമേ. മണിയോടല്ലേ? അത് ഇന്നല്ലെങ്കിൽ നാളെ വരും. ഒന്ന് സമാധാനപ്പെടിയാ. അത് കിട്ടിയിട്ട് വേണം ഒന്ന് മിനുങ്ങാൻ. എന്തോ 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 ഒന്ന് മിനിങ്ങണമെന്ന്. ശങ്കരകുട്ടിയുണ്ടോ? ഷാജി നിങ്ങൾ കേട്ടല്ലോ. ചന്ദ്രനേറ്റ ഏറ്റതാ. എന്റെ മണിയോടർ ഭഗവാനെ, പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണേ. ആ ചീട്ടിറക്കി എന്തിനാ? വയ്യ കളഞ്ഞിട്ട് കൂടെ. ഒന്ന് വേഗം കളിക്കടേ. വൻകാറിലിരിക്കുമ്പോ ചിന്തിച്ചേ കളിക്കാൻ പറ്റൂ. എങ്കിൽ നീ ചിന്തിച്ചൊരു കാർഡിറക്ക്. വേഗം ഇറക്ക്. എന്നാ ആരും വിഷമിക്കണ്ട. ദാ തോമാച്ചിന് അടിച്ചിരിക്കുന്നു. അങ്ങനെ അങ്ങ് അടിച്ചാലോ കൂട്ടാ. തോമാച്ചാ പോക്കൃത്തരം കാണിക്കരുത്, പറഞ്ഞേക്കാം. ഇവന്റെ കൂടെ കളിക്കാൻ ഞാനില്ല. ഇരിക്കളിയാ? ഇല്ലല്ല. ഇരിക്കാശാനെ, പോയ ചില്ലറ തിരിച്ചു വരണ്ടേ? എനിക്കൊരു മൂടില്ല. ഒരു ദിവസം നീനെ കണ്ടില്ലെങ്കിൽ അവന്റെ എല്ലാ മൂടും പോവും. ആ പെട്ടെന്ന് ചെല്ലേ, പോയ മൂടെങ്കിലും തിരിച്ചു കിട്ടട്ടെ. ആ അവന്റെ ഒരു സമയം. ജയ എന്റെ വീട് കണ്ടിട്ടില്ലല്ലോ. ആ ദാ ഇതാണ് രവീന്ദ്രന്റെ കൊട്ടാരം. താനിങ്ങോട്ട് ഇറങ്ങി വാടൂ. എന്താ തനിക്ക് പേടിയുണ്ടോ? പേടിയൊന്നും ഇല്ലല്ലേ? വലത് കാലം വെച്ച് കയറി പാടൂ. എന്താടാ നോക്കിയിരിക്കുന്നത്? പോയി കൊച്ചമ്മയ്ക്ക് ചായ എടുത്തിട്ടാ. ഇതാണ് നമ്മുടെ ഡ്രോയിങ് റൂം. എങ്ങനെയുണ്ട്? അടുത്തത് തന്റെ സെക്ഷൻ. എങ്ങനെയുണ്ട് ബെഡ്റൂം? ഇരി. എല്ലാവിധ സുഖ സൗകര്യങ്ങളുള്ളൊരു വീട്. ആവശ്യത്തിലേറെ പണം. പിന്നെ കാറ്, ഫോൺ തുടങ്ങിയ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. ഇനി ഒന്നു മാത്രമേ എനിക്ക് നേടാനുള്ളൂ. അതെന്താണ്? തെറ്റ് കാണിക്കുമ്പോൾ ശാസിക്കാനും തിരുത്താനും പിന്നെ എന്റെ എല്ലാ സുഖദുഃഖങ്ങളും പങ്കിടാനും ഒരു ഭാര്യ. ആ താമസിയാതെ ഞാൻ അത് നേടും. സ്നേഹസമ്പന്നയായ ഒരു പാവം ഭാര്യ. എന്നാ വലിയേട്ടനെ കണ്ട് വേഗം കല്യാണം നിശ്ചയിക്ക്. തന്റെ വലിയേട്ടൻ ആളെങ്ങനാ? ഏയ് കുഴപ്പമൊന്നുമില്ല. പിന്നെ രഘുവേട്ടൻ പുള്ളിക്കാരൻ ആൾ അല്പം തടിയനാ, എങ്കിലും പാവാ. കൊച്ചേട്ടനാണെങ്കിൽ സ്ഥലത്തില്ല.
എഞ്ചിനീയറിംഗ് കോളേജിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ? നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നും പറഞ്ഞ് ചെന്നാൽ 3 പേരും കൂടി സാറിന്റെ കൈയും കാലും ചിലപ്പോ ഓടിച്ചിട്ടെന്ന് വരും. എന്റെ പൊന്നേ, ഞാനില്ലേ. എന്നാ പിന്നെ ഭാര്യയെ സ്വപ്നം കണ്ടോണ്ടിരുന്നാ മതി. അതിനുള്ള വഴിയൊക്കെ ഈ രവീന്ദ്രൻ കണ്ടുവച്ചിട്ടുണ്ട്. താൻ നോക്കിക്കോ. അതൊക്കെ പിന്നീട്. ശരി, പിന്നെങ്കിൽ പിന്നെ. അതാ ഭാഗ്യമെന്ന് പറയുന്നത്. പുറത്തെവിടെയോ വെച്ച് രവീന്ദ്രൻ സാർ ജയക്കുഞ്ഞിനെ കണ്ടു, ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ കല്യാണം നടന്നാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഇത്രയും വലിയ സ്ഥലത്ത് നിന്നൊരു ബന്ധം വേണോ? തന്നിലെളിയ ബന്ധമല്ലേ എപ്പോഴും നല്ലത്. അതൊക്കെ പഴംപുരാണങ്ങളല്ലേ. രവീന്ദ്രൻ സാറിന് ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് അറിയാമല്ലോ. എന്റെ അനിയത്തിക്കും ഒരു ചെറുക്കനെ കിട്ടാൻ ഈ നാട് മുഴുവൻ കറങ്ങേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, കയ്യിൽ കിട്ടിയ മഹാഭാഗ്യം തട്ടിക്കളരുതെന്നാ. പരമുള്ള ഒരു കാര്യം ചെയ്യും. പയ്യനോടും അവന്റെ ബന്ധുക്കളോടും ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയും. രവീന്ദ്രൻ സാറിന് അടുത്ത ബന്ധുക്കൾ ആരുമില്ല. ആകെയുള്ളത് ഒരു അമ്മാവന. അവര് തമ്മിൽ അത്ര അടുപ്പത്തിലും അല്ല. എന്തായാലും സാറിനെയും കൂട്ടി ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പൊ വരട്ടെ. ഓ, പ്രതിപതിയായി ഞാനരികെ ഋതുമതിയായി മലനിരകൾ പ്രതിപതിയായി ഞാനരികെ ഋതുമതിയായി മലനിരകൾ ഉലകത്തിൻ തിരയിളകി മധുരം നീ പകരൂ. രതിപതിയായി ഞാനരികെ ഋതുമതിയായി മലനിരകൾ. ഈ സുമവേദിയിൽ കുളിർ മഴ പെയ്യുകയായി മനസ്സിൽ മധുപകരാൻ രതിപതിയായി ഞാനരികെ ഋതുമതിയായി മലനിരകൾ. മാദകവേളയായി മധുരവികാരമായി പ്രിയ സഖി നിൻ ചൊടികളിൽ വരൂ 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 വരൂ. സുഖം 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 തരു 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 തരു. നീ എനിക്കേകുകില്ലേ തേന്മലർ തൂകുകില്ലേ അരികിൽ ഒരു പ്രതിപതിയായി ഞാനരികിൽ ഋതുമതിയായി മലനിരകൾ. ഇതൊരു നല്ല ബന്ധമാ മോനെ. ബന്ധമൊക്കെ കൊള്ളാം. പക്ഷേ രവീന്ദ്രന്റെ നിലയ്ക്കനുസരിച്ചാവുമ്പോ കല്യാണമൊക്കെ ആർഭാടമായി നടത്തണ്ടേ? അത്രയും പണത്തിന് ഞാൻ എവിടെ പോവാനാ? ബുദ്ധിമുട്ടാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ
എന്നായാലും അവളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചല്ലേ പറ്റൂ. ആ, ഞാൻ ശ്രമിച്ചു നോക്കാമേ. അമ്മ പോയി കിടന്നത്. ഗുരുവായൂരപ്പാ. പ്രവേട്ട, ജയിക്കൊരു നല്ല ഭാവി ഉണ്ടാകാനല്ലേ കിഴക്കും പടത്ത് വസ്തു നമുക്ക് വിൽക്കാം. നിന്റെ പേരിൽ അത് മാത്രമല്ലേ ഉള്ളൂ. വേണ്ട ലക്ഷ്മി. എനിക്കെന്തിനാ സ്വത്തും പണമൊക്കെ? പ്രവേട്ടനാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത്. ലക്ഷ്മി. അതെ പ്രവേട്ട, ജയയുടെ കല്യാണം നടക്കട്ടെ. അവിടെ എങ്ങനെ നിന്നാൽ ഉന്തിത്തള്ളി അകത്തോട്ട് വിടാൻ അമ്മായി അമ്മയോ നാത്തുമാരോ ആരുമില്ല. താനിങ്ങി കൂളായിട്ട് പോരെ. ഒന്ന് വാ സാറേ. അപ്പോഴേ അതവിടെ വെച്ചങ്ങനെ നോക്കി നിൽക്കാനല്ല തന്നെ ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ പറഞ്ഞുതരാം. ആദ്യം അതിങ്ങെടുക്ക്. ലക്ഷ്മി, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. പക്ഷേ എന്താ പ്രവേട്ട? ജയ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഇന്നാദ്യമാണ്. പാവമാണ്. അയ്യേ പ്രവേട്ടന്റെ കൊച്ചു കുട്ടികളെ പോലെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പ്രവേട്ടന് വിവാഹം കഴിച്ചേ ഞാനിവിടെ വന്നപ്പോ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നോ? അതിന് വിഷമിക്കാൻ നിനക്ക് ഞാൻ അവസരം തന്നിട്ട് വേണ്ടേ? അനിയത്തിയുടെ വിവാഹമൊക്കെ ഭംഗിയായി നടന്നില്ലേ? ഇനിയെന്നാ നമ്മുടെ മാരേജ്? എന്റെ പഠിത്തമൊന്ന് കഴിഞ്ഞോട്ടെ. അപ്പോഴിനി ഒരു കൊല്ലം കൂടി കാത്തിരിക്കണോ? കാത്തിരുന്നല്ലേ പറ്റൂ. ഇപ്പൊ ചേട്ടൻ അയച്ചു തരുന്ന പണം ഒന്നിനും തികയില്ല. ഇനി നിന്നെ കല്യാണോടെ കഴിച്ചാൽ അതുകൂടി ഇല്ലാതാവും. അതുകൊണ്ട് എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടട്ടെ. അതുവരെ ഒന്ന് ക്ഷമിക്കേ. ശരി, സമ്മതിച്ചു. കാശ് താനാണ് മുടക്കിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ശിക്ഷിക്കരുത്. സംസാരിച്ചിരിക്കാൻ സമയമില്ല. അവന്റെ ഒരു ധൃതി കണ്ടില്ലേ? ഇത്രയും നേരം കാത്തിരുന്നു. ക്ഷമിക്കരുത്, അതിന് വേണ്ടേ? മതി മതി. എന്നാ പിടിച്ചോ. എന്നും ഒന്ന് മണിയോട് അയച്ചു തരുവാൻ ചന്ദ്രന്റെ ചേട്ടന് തോന്നണമേ. നിന്റെ അപ്പനെ പോലെ വല്ല റബ്ബർ മുതലാളി ആയിരുന്നെങ്കിൽ ചേട്ടൻ ദിവസവും മണിയോട് അയച്ചേനെ. അപ്പൊ കൊടുക്കാം. അപ്പൊ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. എടുത്തമ്മേ. ആ ജയോ, എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി? വല്ലപ്പോഴും ഒന്നും ഇങ്ങോട്ട് കയറിയില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിലേക്ക് തിരിച്ചു നോക്കില്ലെന്ന് പറയില്ലേ? ഏയ്, ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല. വല്യേട്ടനെവിടെ? സ്കൂളിന്റെ കാര്യത്തിനായി തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക. വരുന്ന വഴിക്ക് ചന്ദനെ കണ്ടിട്ടേ വരുള്ളൂ എന്നാ പറഞ്ഞത്. അമ്മയോ? അമ്മ മീ കഴുക. അല്ല, ജയ കുറച്ച് തടിച്ചിട്ടുണ്ടല്ലോ. ആ, അകത്തേക്ക് വാ. നോക്ക്, ഇതാണ് പെണ്ണെന്ന് പറയുന്ന വർഗം. കണ്ടുമുട്ടിയാ പിന്നെ നാട്ടുവിശേഷമായി, വീട്ടുവിശേഷമായി. ആ, ഏതായാലും നമുക്ക് സൗകര്യമായി. വാ, അതോട്ടിരിക്കാം. രഘു സ്മോൾ അടിക്കില്ലേ? ഇല്ല. അത് വെറുതെ. താനൊരു കാര്യം ചെയ്യും, പോയി കുറച്ച് തണുത്ത വെള്ളം സംഘടിപ്പിച്ചിട്ട് വാ. സംഗതി രഹസ്യമായിരിക്കണം. ഏറ്റു. പക്ഷെ തണുത്ത വെള്ളത്തിലൂടെ ഫ്രിഡ്ജൊന്നുമില്ല. ആ, തൽക്കാലം പച്ചവെള്ളമായാലും മതി.
അയ്യോ ഏട്ടാ, എനിക്ക് വേണ്ട. വല്യേട്ടൻ അറിഞ്ഞ എന്നെ കൊന്നുകളയും. വലിയേട്ടനും കൂടെ കരുതിയാ ഞാനിത് കൊണ്ടുവന്നത്. ചേട്ടൻ കുടിക്കില്ല? അത് ഞാൻ അറിഞ്ഞില്ല. അയ്യോ എനിക്ക് വേണ്ട. ആണുങ്ങളിങ്ങനെ പേടിച്ചാലോ? കുടിയടോ. ശരി. വല്ലപ്പോഴും ലേശം ചെന്നാലേ ഒരു ഉഷാറുള്ളൂ. നമ്മുടെ ശ്രീമതിക്ക് ഞാനിത് കഴിക്കുന്നതേ ഇഷ്ടമല്ല. പെണ്ണുകെട്ട് മുമ്പായിരുന്നെങ്കിൽ എവിടെ വെച്ച് എന്തും ചെയ്യാമായിരുന്നു. ആര് ചോദിക്കാനാ? ഇപ്പോഴാ എല്ലാം ഒളിച്ചും പതുങ്ങിയും ചെയ്യേണ്ട ഗതികേടിലായി. അതുകൊണ്ടല്ലേ ഞാൻ പെണ്ണ് കേട്ടാത്തത്. ഫോർത്ത് ഇയർ മെക്കാനിക്കലിലെ ചന്ദ്രശേഖരന്റെ മുറിയതാണ്. ദേ അപ്പുറത്താണ്. പക്ഷെ ആളിവിടെ ഇല്ല. ചന്ദ്രന്റെ ജ്യേഷ്ഠനാണ്. ഓ, പ്രഭാകരൻ സാറല്ലേ? അതെ. ചന്ദ്രൻ പറയാറുണ്ട് പവിത്രൻ. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഓഹോ, ചന്ദ്രൻ ഉടൻ വരില്ലേ? എപ്പോ വരുമോന്നറിയില്ല. ചിലപ്പോ ഒരുപാട് രാത്രിയാവും. ഒരുപക്ഷെ വന്നില്ലെന്ന് ഇരിക്കും. അവൻ എവിടെ പോയിരിക്കുക? ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേട്ടന് വിഷമം തോന്നരുത്. എന്താ പോകാ? ചന്ദ്രൻ ഒരു പെണ്ണുമായിട്ട് കുറച്ച് അടുപ്പത്തിലാണ്. നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ക്യാബറ ഡാൻസ് നീന. ഞങ്ങളല്ല ആവുന്നത്ര പറഞ്ഞു നോക്കി. അവനൊരു കുലുക്കവും ഇല്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ചൊല്ലി ചന്ദ്രൻ എന്നോട് പിണക്കവുമാണ്. ഇതൊക്കെ സത്യമാണോ പവിത്ര? അതെ. ചേട്ടൻ അവനെ ഒന്ന് ഉപദേശിക്കണം. അവനിപ്പോ എവിടെ ഉണ്ടാവും? ഹോട്ടൽ എമറാൾഡിലെ ക്യാബറ ഹാളിലുണ്ടാവും. ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡാർലിംഗ്? ഓ പറയാൻ പോറ്. എന്താ ചന്ദ്ര ഇത്? മുഖസ്തുതിക്ക് വേണമെങ്കിൽ ഉഗ്രനായിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ എനിക്ക് ഈ തൊട്ടും പിടിച്ചുള്ള കളിയുണ്ടല്ലോ, അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും നിന്റെ ശരീരത്തിൽ മറ്റവളാവുമ്പോൾ. Come on, yaar. Don't be silly. രഘു, നിന്റെ ഈ പോക്കത്ര ശരിയല്ല. ചേട്ടൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെന്നായിരിക്കും. എങ്കിൽ തെളിച്ചു പറയാം. നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് നീ നടത്തുന്ന ബിസിനസ് ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല. പക്ഷേ എന്ന് വെച്ച് നീ ഒരു കള്ളക്കടത്തുകാരനാവാനാണോ ഭാവം? എനിക്കിവിടെ ജീവിക്കണം. അതിന് ഞാൻ കണ്ട മാർഗം ഇതാണ്. നാണമില്ലല്ലോ നിനക്കത് പറയാൻ? ജീവിക്കാൻ അവൻ കണ്ട ഏക മാർഗം കള്ളക്കടത്താണെന്ന്. അതെ ചേട്ടാ, എനിക്കൊരു ജോലി വാങ്ങിത്തരാൻ ചേട്ടന് കഴിയുമെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം. പ്രബേട്ട, രഘുവിന് എന്തേലും ഒരു ജോലി ശരിയായി കൊടുക്കണം. ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കൈക്കൂലിയും ശുപാർശയില്ലാതെ എവിടെ ജോലി കിട്ടാനാ? ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായ ഞാൻ ആരെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാനാ? എന്ന് പറഞ്ഞാ പറ്റില്ല. രഘുവിനെ ഇനി ഇങ്ങനെ വിട്ടാൽ... കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. പക്ഷെ എന്തെങ്കിലും ഒരു പോംവഴി വേണ്ടേ? ഞാനൊരു മാർഗം പറയട്ടെ. എന്താ? പടിഞ്ഞാറക്കര വർഗീസ് ദുബായിൽ നിന്ന് കുറെ NOC വന്നിട്ടുണ്ട്. അയാളോടും സംസാരിച്ചു നോക്കിയാലോ? NOC വാങ്ങാനൊക്കെ പണം വേണ്ടേ? ജയയുടെ കല്യാണത്തിന് വാങ്ങിയ കാശ് ഇതുവരെ കൊടുത്തു തീർന്നിട്ടില്ല. പണത്തിന്റെ കാര്യമൊക്കെ പിന്നീട് ആലോചിക്കാം. പ്രബേട്ട ആദ്യം അയാളോടും സംസാരിച്ചു നോക്കൂ. സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, പണം ഉണ്ടാക്കാനുള്ള മാർഗം കൂടെ കണ്ടെത്തണ്ടേ? ചിറപ്പുര ദേവി എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല. എന്തായാലും നാളെ തന്നെ വർഗീസിനെ ഒന്ന് കണ്ടു നോക്കാം. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അപ്പോഴേ നമ്മുടെ കാശ് തന്നിട്ട് പോണം. സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ പലരും കാശ് മുഴുവൻ തന്നിട്ടില്ല. എല്ലാം കിട്ടിയിട്ട് ഒന്നിച്ചെന്നേക്കാം. ഈ പണി സണ്ണിയെടുത്ത് വേണ്ട. കാശിന്റെ കാര്യത്തിൽ ഞാനിപ്പം കണിശക്കാരനാ. അതിന് കാശ് മുഴുവൻ പിരിഞ്ഞു കിട്ടണ്ടേ സണ്ണി? തന്നോട് ഞാൻ സാധനം പിരിവിന് കൊടുക്കാന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ കാശും കിടക്ക്. എന്നോടല്ലേ പറഞ്ഞത് തരാമെന്ന്? സണ്ടി ഇത് കുറെ കണ്ടവനാ. മര്യാദ കാശ് വെച്ചിട്ട് പോടും. കയ്യെടു സണ്ണി. എടോ, കാശ് എടുക്കാൻ ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ താനങ്ങ് പോയിക്കോ. പക്ഷെ കൊടുക്കാൻ അറിയാമെങ്കിലേ വാങ്ങാനും സണ്ണിക്കുട്ടിക്ക് അറിയാം. എങ്കിൽ പിന്നെ അങ്ങനെ വാങ്ങിയാ മതി. ഇവിടെ എന്റെ ഒന്നും ആവശ്യമില്ലല്ലോ മോനെ. പിന്നെ നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? കറണ്ട് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോ കുറച്ച് ഐസ് വാട്ടർ കുടിക്കാൻ വിഷമിച്ചു. അപ്പോഴേ ഞാൻ കരുതിയത് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു വെക്കണമെന്ന്. പിന്നെ പ്രഭാകരൻ സാറിന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഇതൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാം. അവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണ്ട ഈ വീട് കഴിയാൻ. മോനിരിക്കും, ഞാനിപ്പോ വരാം. ജയകൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? കമ്പനി ആവശ്യങ്ങൾക്കായി പല സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. കൂടെ ഉണ്ടെങ്കിൽ അത് അവൾക്കൊരു ബോറടിയാവും. പിന്നെ ചില്ലറ ചില അസുഖവും. എന്തു പറ്റി? ഗർഭിണികൾക്ക് സാധാരണ വരുന്ന അസുഖം തന്നെ, കാലിലൊരൽപ്പം നീര്.
പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആ രവീന്ദ്രനോ? എപ്പോ വന്നു? ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ഇന്ന് ശനിയാഴ്ച ആയിട്ടെങ്കിലും സാറ് വീട്ടിൽ കാണുമെന്ന് കരുതി. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാർ. തോന്നുമ്പോ വരാൻ, തോന്നുമ്പോ പോവാം. പക്ഷെ ഒരു അധ്യാപകൻ അങ്ങനെയൊക്കെയാണോ? പിള്ളേർക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലേ? വീട്ടിൽ പുതിയൊരെണ്ണം വാങ്ങിച്ചപ്പോ ഇതിങ്ങ് കൊണ്ടുപോരാന്ന് വിചാരിച്ചു. ഈ പിള്ളേരെ പഠിപ്പിക്കല് വലിയ മെനക്കേടല്ലേ? ഏയ്, മെനക്കെടൊന്നുമില്ല. എന്നാര് പറഞ്ഞ്? രാവിലെ മുതൽ വൈകുന്നവരെ ഇങ്ങനെ വായിട്ടടച്ചിട്ട് എന്ത് പ്രയോജനം? മാസാമാസം കൃത്യമായ ശമ്പളം കിട്ടും. കൂടിപ്പോയാൽ 700 രൂപ. അതില്ലെങ്കിൽ ഇവിടെ വെള്ളം കൂടി മുട്ടി പോകും. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്റെ മാനേജറെ പിരിച്ചുവിട്ടു. ഒരു യൂസ്ലെസ്. പകരം ചേട്ടൻ ആ പോസ്റ്റിൽ നിയമിച്ചു. എന്നെയോ? അതെ. ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട. ഇപ്പൊ കിട്ടുന്നതിന്റെ 3 ഇരട്ടി ഞാൻ തരാം. രവി, തെറ്റിദ്ധരിക്കരുത്. 3 അല്ല 6 ഇരട്ടി തന്നാലും ഞാനില്ല. സിമന്റിന്റെയും കമ്പിയുടെയും കള്ളക്കണക്ക് എഴുതാൻ എന്നെ കൊണ്ടാവില്ല. എന്നെ കള്ളക്കണക്ക് എഴുതി പണം സമ്പാദിക്കുന്ന ഒരുവനായിട്ടാണോ ചേട്ടൻ കരുതുന്നത്? എന്നല്ല, ഇത്തരം സ്ഥാപനങ്ങളിൽ അധികവും നടക്കുന്നത് ഇമാതിരി തിരിമറികളാണല്ലോ. കുറച്ചൊക്കെ തിരിമറി ഉണ്ടെങ്കിലേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. പിന്നെ ചേട്ടന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് അന്തസ്സായി ജീവിക്കാൻ പറ്റുമോ? രവി, എനിക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണെങ്കിലും ഈ വീട്ടിൽ ഇന്ന് വരെ ആരും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ തന്നെ ഇനിയും അത് ഉണ്ടാകാതെ നോക്കാൻ എനിക്കറിയാം. ഈ സമൂഹത്തിലുള്ള എന്റെ നിലയും വിലയും ചേട്ടൻ അറിയാമല്ലോ. അപ്പൊ പിന്നെ എന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു പൊസിഷനിൽ ചേട്ടൻ ഇരിക്കാന്നുള്ളത് എന്റെയും കൂടെ ആവശ്യമല്ലേ? ഓഹോ, അപ്പോൾ അതായിരുന്നു കാര്യമല്ലേ? ഒരു സ്കൂൾ അധ്യാപകൻ ലഭിക്കേണ്ട മാന്യത എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പഠിപ്പിക്കുന്ന പിള്ളേർ വരെ തെറിവിളിക്കും. അതല്ലേ ഒരു സ്കൂൾ അധ്യാപനം കിട്ടുന്ന മാന്യത? രവി, പാവപ്പെട്ടവനാണെങ്കിലും എനിക്കുണ്ട് അന്തസ്സും അഭിമാനവും. നിങ്ങൾ എന്റെ സഹോദരിയെ കല്യാണം കഴിക്കുന്നോ പണക്കാരനാണോ എന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കരുത്. മേലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പിന്നെ ഒരു കാര്യം, പോകുമ്പോൾ ഇതോടെ എടുത്തോണ്ട് പോയേക്കണം. അവൻ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. മോൻ അതൊന്നും കാര്യമാക്കണ്ട. നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി. അയാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ? ലക്ഷ്മി, ലക്ഷ്മി, എന്താ പ്രബേട്ട? രഘുവിന്റെ NOC ശരിയായി. ദേവി എന്റെ പ്രാർത്ഥന കേട്ടു. പക്ഷേ എന്താ? ഉടനെ 10,000 രൂപ കൊടുക്കണം. 3,000 രൂപ കടം തരാമെന്ന് ദാമോദരൻ മാഷ് പറഞ്ഞു. ബാക്കിക്ക് അളിയനോടൊന്ന് ചോദിച്ചാലോ വലിയേട്ടാ? വേണ്ട രഘു. പ്രബേട്ട ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കൂ. ലക്ഷ്മി, വേണ്ട ചേട്ടത്തിയമ്മേ. നല്ലൊരു കാര്യത്തിനല്ലേ? പ്രബേട്ടൻ ചെല്ലൂ. ജയയുടെ കല്യാണത്തിന് നിന്റെ പേരുള്ള സ്വത്ത് വിറ്റു. ഇന്ന് വരെ നിനക്കൊന്നും ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി ഇതുകൂടെ വിറ്റാൽ എന്താ അത്? പ്രബേട്ടന്റെയും ഈ കുടുംബത്തിന്റെയും സന്തോഷമാണ് എന്റെയും സന്തോഷം. ഇതാ, മടിക്കാതെ ചെല്ലൂ. ചേട്ടത്തിയമ്മേ. ഛേ, ആണുങ്ങൾ കരയുന്നോ? രഘു ചെന്ന് പഴം കർപ്പൂരം വാങ്ങിച്ചോണ്ട് വരൂ. എനിക്ക് അമ്പലത്തിൽ പോണം. ചെല്ലു രഘു. രഘുവേട്ടൻ ഇന്നാണ് ദുബായിലേക്ക് പോകുന്നത്. അറിയാം. നമുക്കൊന്ന് അവിടം വരെ പോകണ്ടേ? നോക്ക് ജയ, കാര്യങ്ങളൊക്കെ അറിയാവുന്ന നീ ഇങ്ങനെ പറഞ്ഞാലോ? വലിയേട്ടൻ അതൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് മറക്കാനൊക്കില്ല. ആ കാര്യത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും അതൊരു ചർച്ചാ വിഷയമാക്കണ്ട. നിർബന്ധമാണെങ്കിൽ നീ വെക്കോ, ഞാൻ വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നാൽ എല്ലാവരും രവിയേട്ടനെ തിരക്കും. ഞാനില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നിന്നോടൊപ്പം ഞാനവിടെ വന്നാൽ ഞാനിവിടെ കയറേണ്ടി വരും. നിന്റെ വല്യേട്ടൻ അവിടെ ഉള്ളിടത്തോളം കാലം എനിക്കതിന് കഴിയില്ല. രഘുവേട്ടനോട് പിണക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്ന് പോയാൽ എന്താ? ഇക്കാര്യത്തിൽ എന്തായാലും എന്റെ മോള് വാശി പിടിക്കണ്ട. തൽക്കാലം നമുക്കൊരു കോംപ്രമൈസിലെത്താം. പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഞാൻ രഘുവിനെ ഒന്ന് കാണാൻ നോക്കാം. എന്താ, പോരെ? എന്തെങ്കിലും ഒന്ന് പറയടോ. രവിയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഭാര്യമാരായാൽ ഇങ്ങനെ വേണം. തന്നെ കുറിച്ചൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് എല്ലാ ഭാര്യമാർക്കും അയച്ചു കൊടുക്കണം. അവരൊക്കെ കണ്ടുപഠിക്കട്ടെ. പറട്ടെ.
രവീന്ദ്രനെയും ജയയും കണ്ടില്ലല്ലോ. അവർക്ക് വേണ്ടി കാത്തു നിന്ന ബസ് അങ്ങ് പോവും. തിരുവനന്തപുരത്ത് നിന്ന് 1:30 ഫ്ലൈറ്റ്. നീ ഇറങ്ങ. ശരി. അവരെത്തി. ഞാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ. ഈ കൃത്യസമയത്ത് തന്നെ എത്തി. ജയ എവിടെ? അവൾക്ക് ചെറിയൊരു തലകറക്കം. ഞാൻ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. തന്നെ ഈ പോകാനുള്ള പണമൊക്കെ ഉണ്ടല്ലോ. എല്ലാം വലിയേട്ടൻ ശരിയാക്കി തന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. അധികമൊന്നും വിഷമിക്കേണ്ടി വന്നില്ല. പിന്നെ രവീന്ദ്രനെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി. ആ രഘുവാ, തന്നെ ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അമ്മേ, ഞാൻ പോയി വരട്ടെ. ചേട്ടത്തിനെ ആ വരട്ടെ ചേട്ടാ. പോയി വരും. രഘുവേട്ടൻ പോകുമ്പോ കാണാൻ വരണമെന്നുണ്ടായിരുന്നു. അവനും നിന്നെ കാണാഞ്ഞിട്ട് വലിയ വിഷമമായിരുന്നു. രവിയേട്ടനോടൊപ്പം ഞാനും ഇറങ്ങിയതാ. അപ്പോഴാ ഒരു തലചുറ്റല്. രവി പറഞ്ഞു. അത് കേട്ടപ്പോ മുതല് അമ്മയെ ഇവള് ഒരേ ബഹളം. നിന്നെ കാണണമെന്നും പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ അടുക്കള സെക്ഷൻ പണി മുടക്കിയാലോ? ആ അമ്മയോ? ഇതെപ്പോ വന്നു? ഇവൾക്ക് വന്ന് അമ്മയെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വരാം. രവിയേട്ടൻ ഇപ്പൊ എന്നെ വിളിക്കും. ഞാൻ എപ്പോഴും അടുത്തുണ്ടാവണം. നിന്റെ പുതിയ വീടൊക്കെ ഒന്ന് കാണട്ടെ മോളെ. അമ്മയും ചേട്ടത്തിയമ്മയും കൂടെ നോക്കിക്കോളൂ. ഞാൻ ഇപ്പൊ വരാം. വാ മോളെ. അമ്മ നടന്നോളൂ, ഞാൻ വരാം. പ്രഭേട്ട, സാരമില്ല. രവിയേട്ടൻ എന്താ ഇവിടെ തന്നെ ഇരുന്നളഞ്ഞത്? അങ്ങോട്ട് ഇന്ന് വലിയേട്ടനോട് എന്തെങ്കിലും സംസാരിച്ചൂടെ? അവര് നിന്നെ കാണാൻ വന്നതല്ലേ, നീ തന്നെ ചെന്നങ്ങൾ സംസാരിച്ചാ മതി. എന്താ രവിയേട്ട ഇത്? ദേ, നിന്നെ കരുതിയിട്ടാണ്. അല്ലെങ്കിൽ അയാൾ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ പോലെ ഈ നിമിഷം അയാളോട് എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. രവിയേട്ട, അതേടി, നിന്റെ വാക്കും കേട്ട് രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി മാന്യമായൊരു ജോലി ഞാൻ ഓഫർ ചെയ്തപ്പോ പരിഹസിച്ച് എന്നെ പുറത്താക്കി അയാളോട് ഞാൻ പോയി സംസാരിക്കണമെന്നോ? എനിക്ക് ഉണ്ടടി അന്ന് സ്വയമാനൊക്കെ. പ്രഭേട്ട, നമുക്ക് പോകാം. എന്റെ എല്ലാമാണ് പ്രഭേട്ടൻ. സ്വന്തം ഭർത്താവ് ആരുടെ മുന്നിലായാലും തരം താഴ്ത്തപ്പെടുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവില്ല. ഇതാര്, എഞ്ചിനീയർ സാറോ? ഞാൻ വിചാരിച്ചു ഞങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവുമെന്ന്. അവധി കിട്ടുമ്പോഴല്ലേ വരാനൊക്കെ എടുത്തി. ഇപ്പോഴെന്താ അവധിയാണോ? അല്ല, ഞാൻ ചേട്ടനൊന്ന് കാണാമെന്നതാ. അമ്മ എന്തിയെ? അമ്മ ജയുടെ കൂടെയാ. ഈ സമയത്ത് അവളെ നോക്കാൻ അടുത്ത ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഞാൻ വന്നത് എനിക്കറിയാം. മണി ഓർഡർ ഞാൻ അയച്ചിട്ടില്ല. പണം കിട്ടാതെ ഞാനവിടെ ബുദ്ധിമുട്ടുമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പണം അയക്കാതിരുന്നത്. ചേട്ടൻ പറയുന്നത് എന്റെ അനിയൻ പഠിച്ച് നല്ല നിലയിലെത്തണമെന്ന ആഗ്രഹത്തോടെയാണ് നീ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ പണം അയച്ചിരുന്നത്. അല്ലാതെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങാനല്ല. ചേട്ടനോട് ആര് പറഞ്ഞു കള്ളക്കഥകളൊക്കെ? ഞാൻ നേരിൽ കണ്ട കാര്യം ഇനി ആരെങ്കിലും പറയണോ? അത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി. ആരാടാ അവൾ? നാണമില്ലല്ലോ നിനക്കിത് പറയാൻ. അവളെക്കുറിച്ചും അവളുടെ കുടുംബത്തെക്കുറിച്ചും നിനക്ക് എന്തറിയാം? കാശ് അയച്ചു വരുന്നു കരുതി എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്വന്തം ചേട്ടനായ പോലും. ചേട്ടൻ തരുന്ന പിച്ചക്കാശിന്റെ അധികാരമായിരിക്കും കാണിച്ചത്. ഈ കാശ് എനിക്ക് വേണ്ട. ചന്ദ്ര, ക്ഷമിക്കണം ചേർത്തേമ്മ. തെണ്ടേണ്ടി വന്നാലും ശരി, ചേട്ടന്റെ മുമ്പിൽ കൈനീട്ടിയേക്കാൻ ഞാൻ ഇനി വരില്ല. ആരെതിർത്താലും
ഞാൻ നീനെ തന്നെ വിവാഹം കഴിക്കും. ഹലോ, അതെയോ? എപ്പോ? വിഷ് യു വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. എന്താ രവിയേട്ടാ? ചന്ദ്രന്റെ ഫോൺ വന്നിരുന്നു. അവൻ വിവാഹിതനായെന്ന്. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി. എന്റെ ഗുരുവായൂരപ്പ, അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടാകും. എന്നാലും ഒരു അന്യജാതിക്കാരി പെൺകുട്ടിയെ കുടുംബത്തിന്റെ അന്തസ്സ് മുഴുവൻ കളഞ്ഞു വിളിച്ചില്ലേ? ഇക്കാലത്ത് അതൊക്കെ ആര് നോക്കാനാ? പരസ്പരം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായാൽ അത് തെറ്റെന്ന് പറയാനാവില്ല. എന്നാലും ചന്ദ്രേട്ടന് നമ്മളെ ഒന്ന് അറിയിക്കാമായിരുന്നു. വിവാഹ കാര്യത്തെ പറ്റി പറഞ്ഞ് ചന്ദ്രനും നിന്റെ വലിയേട്ടനും തമ്മിൽ വഴക്കിട്ടു. അത് കഴിഞ്ഞ് അവൻ നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി കാര്യമൊക്കെ സാധിച്ചു. ഈ വലിയേട്ടനാണ് ഇതിനൊക്കെ കാരണം. ആ, ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഒന്ന് ചോറോളം വിശക്കുന്നു. അപ്പോഴേ ഇതെന്തൊരു ഇരിപ്പാ? ആദ്യ രാത്രി ഇങ്ങനെ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കാനാണോ ഭാവം? വല്യേട്ടനോട് പിണങ്ങി പോകുന്നുണ്ടല്ലേ നമ്മുടെ വിവാഹം വീട്ടുകാരും ഇങ്ങനെ നടത്തേണ്ടി വന്നത്. ബി എ മാൻ. ആണുങ്ങളായാൽ ഇത്ര സെന്റിമെന്റ്സ് ഒന്നും പാടില്ല. കമോൺ. എണീക്ക് സാറേ. നീ തന്നെ പറയുന്ന അതിന്റെ ഭംഗി. ഞാൻ എങ്ങനെ പറയും രവിയേട്ടാ? കാര്യം പറയാൻ നിനക്കെന്താ എത്ര മടി? അതല്ല, ഞാൻ... നീ ഒന്നും പറയണ്ട. ഇന്ന് തന്നെ അമ്മയോട് വിവരം പറയണം. അമ്മ മറ്റൊന്നും വിചാരിക്കില്ല. എന്താ മോനെ? അല്ലമ്മേ, എന്റെ ഇപ്പോഴത്തെ ഓഫീസ് ആ വാടക കെട്ടിടത്തിൽ നിന്ന് കുറച്ചുകൂടെ സൗകര്യമുള്ള മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിയാൽ കൊള്ളാവുന്നുണ്ട്. അതിന് എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, ഇവിടെയാണെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യമൊന്നുമില്ല. പിന്നെ ഉള്ളത് ജയയുടെ പേരുള്ള ആ തറവാട. അവിടെ പ്രഭാകരൻ ലക്ഷ്മിയും താമസിക്കല്ലേ? ആ, അതിനിപ്പോ പ്രഭാകരൻ സാറിന് പ്രാരാബ്ധമൊന്നുമില്ലല്ലോ. രഘു ആണെങ്കിൽ ഗൾഫിൽ പോയി, ചന്ദ്രനാണെങ്കിൽ അവന്റെ വഴിക്ക്. അമ്മയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ അല്ലേ? ഇനി കിട്ടുന്ന ശമ്പളം കൊണ്ട് ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് പ്രഭാകരൻ സാറിനും ഭാര്യയ്ക്കും സുഖമായിട്ട് താമസിക്കാമല്ലോ. അല്ല, ഞാൻ പറയുന്നതിൽ തെറ്റുവല്ലതും ഉണ്ടെങ്കിൽ പിന്നെല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. ഇല്ല മോനെ, നീ പറയുന്നത് ശരിയാ. അപ്പോ ഇന്ന് തന്നെ ഞാൻ ഒരാളെ പറഞ്ഞേച്ച് പ്രഭാകരൻ സാറിനോട് അവിടുന്ന് കാലി ചെയ്യാൻ പറയാം. പ്രഭേട്ട, വരൂ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, ഞാൻ പറയട്ടെ എന്താണെന്ന്. എന്താ? ജയും രവിയും വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞതിനെ കുറിച്ചല്ലേ? അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നായാലും ജയിക്കുള്ളതല്ല വീട്. അതറിഞ്ഞ് നേരത്തെ മാറാത്ത നമ്മളാണ് തെറ്റുകാര്. ശരിയായിരിക്കും. എന്നാലും കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നപ്പോ എന്തോ ഒരു വിഷമം. വിഷമമൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും. ഇനി ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ രണ്ടുപേരുടെ മാത്രമായ ഒരു കൊച്ചു ലോകം. ലക്ഷ്മി, പല അവസരങ്ങളിലും നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ തളർന്നുപോയേനെ. ആ, പ്രഭേട്ടൻ വരൂ, ഊണ് കഴിക്കാം.
നമ്മുടെ വിധി നമ്മൾ സഹിച്ചല്ലേ പറ്റൂ ലക്ഷ്മി. നിന്റെ ഈ കണ്ണുകൾ നിറഞ്ഞു കാണുന്നത് ഒരിക്കലും എനിക്ക് സഹിക്കാനാവില്ല. ദേ നോക്ക്, ഇന്നു മുതൽ ഞാനാണ് നിന്റെ കുഞ്ഞ്, നീ എന്റെ. നീ ഒരു കാര്യം പറഞ്ഞു. എന്താ? നമ്മുടെ ജയ പ്രസവിച്ചു. എപ്പോ? ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക്. ഞാനും ഒരു സന്തോഷ വാർത്ത പറയാൻ കാത്തിരിക്കുകയാണ്. എന്താ ലക്ഷ്മി? കുറച്ചു ദിവസമായി സംശയം തോന്നിയിട്ട് ഞാൻ അല്ല പ്രഭേട്ട ഒരു അച്ഛനാകാൻ പോവുകയാണ്. അതെ പ്രഭേട്ട, ഞാനൊരു അമ്മയും. ഈ ഷർട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് പോയേട്ടാ. നീ എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരുന്നാ മതി. പിന്നെ എന്റെ കൊച്ചു ശ്രീമതിയെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശ്രീമതിയോ? ആരെ പറഞ്ഞത് ശ്രീമതിയാണെന്ന്? നീ നോയിക്കോ, ശ്രീമതിയാണോ ശ്രീമാനാണോ? ആട്ടെ, നിനക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ആരായാലും മതി. ശ്രീമാനാണെങ്കിൽ അവനവന്റെ കാര്യം നോക്കിക്കോളൂ, ശ്രീമതിയാണെങ്കിൽ ആ കുഴപ്പം. സമയത്തിന് കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ വല്ലവനെ കണ്ണുവെക്കും. ഒന്ന് പോകേട്ടാ. അപ്പൊ ഞാൻ ഇറങ്ങും, നേരത്തെ ഇങ്ങ് വന്നേക്കാം. ലക്ഷ്മി, ചേട്ടാ, ചേട്ടൻ ഈ രാത്രിയിൽ എന്താ? ലക്ഷ്മിയെ പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അവൾക്ക് സഹായത്തിന് സ്ത്രീകൾ ആരെങ്കിലും അടുത്ത് വന്നു. അയ്യോ ചേട്ടാ, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വന്നാ പിന്നെ മോനെ ആര് നോക്കും? ഞാൻ വരാം മോനെ. അലക്സ് വിളിച്ചിരുന്നു, കല്യാണത്തിന് നമ്മൾ തീർച്ചയായും ചെല്ലണമെന്ന്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. മോനെ ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വരൂ. മോനെ, എന്താ മാഡം? മിസ്റ്റർ പ്രഭാകരൻ, ഉടനെ ഒരു ബോട്ടിൽ ബ്ലഡ് വേണം. എ ഗ്രൂപ്പ് പോസിറ്റീവ്. ഡോക്ടർ, ഐ എം സോറി, ഷീ ഈസ് നോ മോർ. തക്കാളി ഉരുളക്കിഴങ്ങ്. അല്ല, ഇവിടുത്തെ ലോവർ പ്രൈമറി സ്കൂൾ എവിടെ? ഈ വഴിയിൽ കൂടെ നേരെ പോയാൽ മതി. ശരി, പോ. ഒന്നും വേണ്ട. ഇയാള് എവിടെ പോയി കിടക്കുക? മനുഷ്യനെ മെനക്കെടുത്താൻ ഇത് പണ്ടാരടങ്ങാൻ.
വന്നാ മതി, അപ്പളങ്ങി. ഇത് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രഭാകരൻ സാറല്ലേ? ഇന്ന് വരും ഹെഡ്മാഷ് പറഞ്ഞിരുന്നു. ഞാൻ സ്വല്പം ഒരു എമർജൻസിയാ. അയ്യോ ദൈവമേ, അയ്യോ നിന്റെ കയറ് കുടുങ്ങിയല്ലോ, കിട്ടുന്നില്ലല്ലോ. മാനത്തെ അമ്പിളി, അയ്യോ സാറേ, എന്താ ഈ തിരക്കിനിടയിൽ എന്റെ പേര് പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പേര് കുട്ടമ്പിള്ള, ഞാനിവിടുത്തെ പിയൂണ. സാറ് ഇരുന്ന് കുറച്ച് മുഷിഞ്ഞല്ലേ, ഞാൻ ഒത്തിരി വിഷമിച്ച്. പിന്നെ എങ്ങോട്ട് വരാൻ സാറിന് ബസ്സിന് ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ. സാർ വരി. സാറിനിവിടെ താമസിക്കേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് പണ്ട് പഠിപ്പിച്ച സ്കൂൾ പോലെയല്ലേ ഇത്. ഈ പിള്ളേരൊക്കെ ബഹു വിശേഷ. ഇങ്ങോട്ട് വാടാതെ പറഞ്ഞിട്ടുണ്ടേ അങ്ങോട്ട് പോകും. സാറ് ഒത്തിരി വിഷമിക്കും. ഇവിടുന്ന് ഒരു 10 അടി കൂടി ചെന്ന കുട്ടമ്പിള്ളയുടെ വീടാ. ഇത്ര അടുത്ത് വീട് കിടന്നിട്ടും കുട്ടമ്പിള്ള എന്താ സ്കൂളിൽ കിടന്നു? എന്റെ പൊന്ന് സാറേ, കാലത്തോട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് വീട്ടിലേക്ക് എന്നാ തള്ളക്കോഴിയുടെ ചുറ്റും കുഞ്ഞുങ്ങൾ കൂടുന്ന വരെ പിള്ളേര് കൂടാ. അതിനിടയ്ക്ക് പെമ്മന്നൂർത്തിയുടെ ധാരാളം പറിച്ചിടും. ഇവിടെ ആകുമ്പോ ഒരു കുപ്പി കള്ളും കുറച്ച് കപ്പി അങ്ങോട്ട് അടിച്ചാൽ പരമസുഖം. പിന്നെ നേരം വെളുക്കുന്നത് അറിയില്ലല്ലോ. കുട്ടമ്പിള്ളക്ക് എത്ര കുട്ടികളാണ്? പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു LPS സ്കൂൾ നടത്താം. അത്രയ്ക്കും പിള്ളേരുണ്ട് കുട്ടമ്പിള്ളക്ക്. 14. അതിൽ മൂത്തവനൊരു ഇത്തിരി പെശക. ആ കാണുന്നതാ സാറേ ഇനി താമസിക്കാൻ പോണ വീട്. നല്ല ഐശ്വര്യമുള്ള വീടാ. ഇതിന് വാടക എന്താകും കുട്ടമ്പിള്ള? വാടകന്റെ കാര്യത്തിലൊന്നും സാറ് പേടിക്കണ്ട. താമസക്കാര് നല്ലതാണെങ്കിൽ എന്ത് കൊടുത്താലും ഉറപ്പായിട്ടും വാങ്ങിച്ചു. പിന്നെ ഇത് പുരാതനമായൊരു ക്ഷേത്രമാണെന്ന് ഇവിടെയൊക്കെ ഒരു കേൾവിയുണ്ട്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ഐശ്വര്യമുണ്ട്. അതുകൊണ്ട് സാറിന്റെ കാര്യം ചെയ്യും. സാറിന്റെ കാലം എവിടെ, വലത് കാലം എവിടെ, അത് ഇങ്ങോട്ട് വെച്ചോട്ടെ, അത് മുന്നോട്ട് വെക്കട്ടെ, ഇടത് കാലം പിന്നോട്ട് പോട്ടെ. മതി. സീതയുടെ കുട്ടിക്കാലത്ത് ഒരു ദിവസം വിശാലമായ ആകാശത്തിൽ കൂടി 2 പക്ഷികൾ സീതയുടെ കുട്ടിക്കാലത്ത് ഒരു ദിവസം വിശാലമായ ആകാശത്തിൽ കൂടി 2 പക്ഷികൾ പാട്ടുപാടി പറന്നു പോകുന്നത് അവൾ കണ്ടു. പറയണല്ലേ കാശ? എല്ലാരും വീട്ടിൽ പോകാൻ. നീ എന്താടാ നീ ഒന്ന് ബ്രേക്ക് ഇട്ടത്? നിന്നെ കൊല്ലു കഴുതേ. ഇത് വലിയ കഷ്ടമായല്ലോ. എന്തിനായിട്ടാ ഈ പിള്ളേരൊക്കെ അങ്ങ് പറഞ്ഞയച്ചത്? നെല്ലൊക്കെ പറഞ്ഞുതരാ. നിന്റെ പേര് വീട്ടുപേരെന്താ? മേലെ പറമ്പിലല്ലോ. അപ്പൊ നീ തന്നെ എന്താ ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, പിയൂൺ ഇൻസ്പെക്ടർ ഇവരൊക്കെ ഒന്ന് തന്നെ അന്വേഷിച്ചു. എന്തിനായിട്ടാ? അതായത് ചെങ്കോട്ടയിലെ ഒരു സ്കൂളില് വിഷാംശം ചേർന്ന ഐസ്ക്രീം കഴിച്ചിട്ട് 30,000 കുട്ടികൾ മരിക്കുകയും 3 കുട്ടികൾ ആശുപത്രിയിലാകുകയും ചെയ്തിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നിന്റെ ഈ ശവപ്പെട്ടി എടുത്തിട്ട് ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടോ അതാണ് നിനക്ക്. അല്ലെങ്കിൽ എന്നെ ഇതിൽ പിടിച്ചിട്ടല്ല, നിന്നെ ഇതിൽ പിടിച്ചിട്ട് ഞാൻ തന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകേണ്ടി. അയ്യോ എന്റെ ചേട്ടനാണ് സത്യം. എന്റെ ഐസിൽ വിഷമൊന്നുമില്ല ചേട്ടാ. എടാ ഇതിൽ വിഷമില്ല നീയല്ലേ പറയുന്നത്? എടുത്തോണ്ട് പോടാ ഇവിടുന്ന്. എന്റെ അമ്മച്ചിയാണ് എന്റെ ഐസിൽ വിഷമൊന്നുമില്ല ചേട്ടാ. ചേട്ടനും തിന്നു നോക്ക്. നടന്നു കൊടുക്ക്. നോക്കട്ടെ, മിൽക്കില് പാൽ പാൽ പാൽ. എന്താണ് കൈ ഉറക്കുന്നത്? ഒന്നുമില്ല. എടാ ഇതില് വിഷമൊന്നുമില്ലല്ലോ, ഞാൻ ചാവില്ലല്ലോ മഹാഭാവി. ചത്തൊന്നും പോവില്ല. ഓ ഈശ്വരാ. എങ്ങനെയുണ്ട് എന്റെ ഐസ്? കൊള്ളാ, രുചിയുണ്ട്, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ആ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇത് നിന്ന് കാണുള്ള. അതെ അതെ. എടാ ഇത് ഒരുപാടുണ്ടല്ലോ ഇത്. ഇത് കുറെ വാരി കയ്യിലെടുക്ക്. ഇതേ എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. മനസ്സിലായേ? എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് ഒക്കെ പറഞ്ഞ എല്ലാം ഒന്നും തന്നെ അല്ലല്ലേടാ കേട്ടാ. നല്ല രസം. ഞാനേ ആ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫോൺ ചെയ്തിട്ട് വിവരം പറഞ്ഞേ. നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിറ്റോട്ടാ. അപ്പൊ ചേട്ടോ ഐസിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എന്നാ കാശ് തന്നെ? ഏത് കാശ്? ഇപ്പൊ തിന്നതിന്റെ കയ്യിലിരിക്കുന്നതിന്റെ പൈസ. കാശാണല്ലേ?
എന്താ കവം വരച്ച വരുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ പൈസ തരാ. കൊണ്ടുപോയി വിറ്റോ. സാർ ജയയുടെ ചേട്ടനല്ലേ? അതെ. ടീച്ചർക്ക് ജയ അറിയാമോ? അറിയാമോന്നോ? ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ജയയുടെ കല്യാണത്തിന്റെ അന്ന് ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ആ സാറിന് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ഒരു പരിഷ്കാരം ഇല്ലാത്ത സ്ഥലമാണ്. ഞങ്ങളൊക്കെ കഴിയുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്ന എന്റെ വിചാരം. എനിക്കങ്ങനെ തോന്നുന്നില്ല. കുന്നും പുഴയും പാടങ്ങളുമുള്ള ഈ പ്രദേശം എനിക്കിഷ്ടപ്പെട്ടു. സാർ മാരീഡാണോ? അതെ. ഭാര്യയും കുട്ടികളെ ഒന്നും കൊണ്ടുവന്നില്ലേ? എനിക്ക് കുട്ടികളില്ല. ഭാര്യ മരിച്ചുപോയി. ടീച്ചറുടെ ക്ലാസ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നതാണ്. എവിടെയാ ടീച്ചറുടെ താമസം? ഇവിടെ അടുത്താ. വരട്ടെ. മോക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. നല്ല ഉറക്കമാ. ഗുഡ് നൈറ്റ് ഡാർലിംഗ്. ഗുഡ് നൈറ്റ്. ബൈ ബേബി. ബോറടിച്ചോ? നീന എന്താ എത്ര വൈകിയത്? ഇന്ന് ഹോട്ടലിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലേറ്റ് ആകുമായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ വന്ന് വിളിക്കുമായിരുന്നല്ലോ. ഷെല്ലി എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചന്ദ്രനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. നീന, നീ ഇപ്പോ എന്റെ ഭാര്യയാണ്. ഇങ്ങനെ കണ്ടവരോടൊത്ത് കറങ്ങി നടന്നാൽ ഏയ്, ഡോണ്ട് ബി ജെലസ്. ഷെല്ലി വളരെ സോഷ്യബിൾ ആണ്. അതുകൊണ്ടാ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഈസ് എ വെരി നൈസ് ചാപ്പ്. ആ, നാളെ ഹൗസ് റെന്റ് കൊടുക്കണം. ഞാനിവിടെ ഉണ്ടാവില്ല. ഓണർ വരുമ്പോ ചന്ദ്രൻ തന്നെ കൊടുത്താൽ മതി. പിന്നെ ചന്ദ്രൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാക്കി രൂപ എടുത്തോളൂ. നോക്കി സാറേ, അവൻ വരുന്നുണ്ടോന്ന്. സാറേ, അവൻ വരുന്നുണ്ടോ സാറേ? ആ സാറേ, എന്റെ പൊന്നോമന ഉത്തരവാ വരുന്നുണ്ടോ സാർ? ആരും വരുന്നില്ല. എന്താ കാര്യം കൊണ്ടമ്മള്? ഒന്നുമില്ല സാറേ, കുറെ കാലത്തിന് ശേഷം വീട്ടിലൊന്ന് പോകാന്ന് വിചാരിച്ച വീട്ടിൽ ചെന്നതാ. ഒന്നില്ല, കാമാക്കി കഴിഞ്ഞ് കുറച്ച് ഞാൻ സംസാരിക്കല്ലോ എന്ന് കരുതി. അപ്പോഴതാ അവൻ കരി തുള്ളിയിട്ട് വെട്ടിയേച്ചായിട്ട് വന്നിരിക്കുന്ന എന്നെ ഇപ്പൊ തട്ടിക്കളയെന്ന് പറഞ്ഞിട്ട്. തട്ടു വന്നു? ആ, അതെന്നെ. അതെന്താ? അതെ, അതല്പ അടൽ സുള്ളിയാ. വളച്ചു കേട്ടാതെ കാര്യം എന്താണെന്ന് പറ കുട്ടമ്പിള്ളേ. അവൻ പറയാ, മക്കള് 14 ആയില്ലേ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ, ഇല്ലെങ്കിൽ എന്നെ അവളിൽ തട്ടിക്കളയുമെന്ന്. സത്യം പറഞ്ഞ സാറേ, അവന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിൽ കയറാത്തത്. അല്ല സാറ് എന്നെ പറ, ഒരു 16 വയസ്സായ ചെറുക്കൻ പറയാവുന്ന വാക്കുകളാണ് സാറേ അവൻ എന്നോട് പറഞ്ഞത്. ഒരു കണക്കിന് അവൻ പറഞ്ഞത് സത്യമല്ലേ കുട്ടമ്പിള്ളേ? ദൈവം തരുന്ന കുട്ടികളെ കൊല്ലാൻ പറ്റുമോ? ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ എനിക്ക് അവർക്ക് പേടിയാ. കുട്ടമ്പിള്ള ചെല്ല്. സാറേ, സാറിനോട് എനിക്കൊരു കാര്യം പറയണം. എന്താ? ആ ശ്രീദേവി ടീച്ചറെ അത്ര നല്ലവരൊന്നല്ല. അതെന്താ കുട്ടമ്പിള്ളേ? അതങ്ങനെയാ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അതാണ് അവരുടെ ട്രിക്ക്. കാണുമ്പം പതിവ്രതയാണെന്ന് തോന്നുന്നു. സാറിനറിയാമോ, അവർക്കൊരു കൊച്ചുണ്ട്. ഏതോ അവിഹിതത്തിലുണ്ടായതാണ്. സാർ അവരോട് അധികം അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മാന്യമായി ജീവിക്കുന്നവരെ കുറിച്ച് വെറുതെ പരദൂഷണം പറഞ്ഞിട്ട് എന്ത് നേടാനാ കുട്ടമ്പിള്ളേ? ഞാൻ പറയേണ്ട പറഞ്ഞു. ഇനി നേടാതിരിക്കാൻ സാറിന് ഇഷ്ടം. ഓ, ടീച്ചറിന് ലീവായിരുന്നല്ലോ, എന്ത് പറ്റി? രാവിലെ സ്കൂളിലേക്ക് വരാനിറങ്ങിയപ്പോ മൂക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടല്. ഡോക്ടറെ കാണിച്ചിട്ട് വന്നപ്പോ വൈകി. പിന്നെ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പഴെങ്ങട്ടാ? ഒന്നുകൂടി ഡോക്ടറെ കാണിക്കാൻ. വൈകുന്നേരം ആയപ്പോ അസുഖം കുറച്ച് കൂടിയ പോലെ. ചെറിയ പനിയുണ്ടല്ലോ.
മോളുടെ പേരെന്താ? പറയും മോളെ. ഇല്ല സാർ, എന്റെ മീനു. അവൾ സംസാരിക്കില്ല. ഓ, ക്ഷമിക്കൂ ടീച്ചർ, ഞാൻ അറിഞ്ഞില്ല. വേദനിപ്പിച്ചതിന് മാപ്പ്. സാരമില്ല, ഞങ്ങൾ നടക്കട്ടെ. ശരി. നമ്മുടെ ശ്രീദേവി ടീച്ചറെ ഒരാഴ്ചയായിട്ട് കാണാനില്ലല്ലോ. ഇതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അവരെ പെട്ടെന്ന് കാണാതെയാവും. എവിടെയാണാവോ ടൂറ്? അതൊക്കെ ഓരോരുത്തരുടെ കഴിവാ. നിങ്ങൾ അതിന് അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അയ്യോ, എനിക്ക് അസൂയൊന്നുമില്ല. ആരെങ്കിലും 10 കാശ് ഉണ്ടാക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അല്ല, സാറെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനെന്ത് സംസാരിക്കണം? എന്തെങ്കിലുമൊക്കെ പറ സാറേ. നിങ്ങളിപ്പോ സംസാരിക്കുന്ന വിഷയം, അതായത് പരദൂഷണം, എനിക്കതിലൊട്ടും താല്പര്യമില്ല. മാത്രമല്ല, അധ്യാപകരായ നിങ്ങൾ ഇങ്ങനെ തരം താഴുന്നത് ചെയ്യുന്ന ജോലിക്ക് കൂടി അപമാനകരമാണ്. ഛെ. ടീച്ചർ ഇവിടെ ഇല്ലേ? ഇല്ല, അവരാശുപത്രിയില്ല. ആശുപത്രിയിലോ? അതെ, ഏതാശുപത്രി? ഗവൺമെന്റ് ആശുപത്രിയില്ല. ടീച്ചർക്ക് എന്താ അസുഖം? എനിക്കറിയില്ല. കൂടെ കൂടെ വരാറുണ്ട്. എന്തോ വലിയ അസുഖമാണെന്നാ തോന്നുന്നത്. ആശുപത്രി ടീച്ചറോട് ആരാ? ആരുമില്ല. ഞാൻ 3 നേരം ആഹാരം കൊണ്ടുപോകും. പിന്നെ ഈ കൊച്ചിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ സാറേ? ശ്രീദേവി, സാറെങ്ങനെ അറിഞ്ഞോ ഞാനിവിടെ ഉണ്ടെന്ന്? ഞാൻ ശ്രീദേവിയുടെ വീട്ടിൽ പോയിരുന്നു. അസുഖം എങ്ങനെയുണ്ട്? എന്തോ നിസ്സാരമായ അസുഖമാണ്. വേഗം ഭേദമാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു ഇഞ്ചക്ഷൻ തരാം. കുറച്ചു നേരം സുഖമായി ഉറങ്ങട്ടെ. വരൂ. ഡോക്ടർ, ശ്രീദേവിയുടെ ഹസ്ബൻഡ് അല്ലേ? അല്ല, കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ശ്രീദേവിക്ക് ഹാർട്ടിന്റെ ഒരു വാൽവിനാണ് തകരാറ്. വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. പള്ളിക്കൂടത്തിൽ പോകാനല്ലേ? ബാക്കി എല്ലാ ക്ലാസ്സും ഇതിലാണ് പള്ളിക്കൂടത്തിൽ പിന്നെ നീ കൊല്ലടാ, കൊല്ലു. ഞാൻ ജയിലിൽ പോകും. എന്താ കുട്ടമ്മളെ, എന്താ കാര്യം? സാറേ, സാറേ, എന്റെ പൊന്നു സാറേ, സാറന്മാര് കണ്ടു സാറേ? കണ്ടില്ലേ? ഇത് 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 10ാമത്തേത്, ഇത് 11ാമത്തേത്. 10ഉം 11ഉം. ഇതിന്റെ താഴെ 3 എണ്ണം വേറെയുണ്ട്. വീട്ടിലെ ശല്യം തീരാനാ തള്ള ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. ഇവിടെ വന്നാ എന്റെ വിലയില. വെറുതെ അടിയടിയും കുത്തും ചവിട്ടും. സാറിനെ രാവിലെ കണ്ടില്ലല്ലോ. ഞാനിന്ന് കുറച്ച് അധികം ഉറങ്ങിപ്പോയി. സമയം പോയത് അറിഞ്ഞില്ല. ഓ, എന്നാ സാറാൻ കൂടി ഞാൻ ഊണ് കഴിച്ചിട്ട് വരാം. ഓ, അയ്യേ, എന്താ മോളെ കാണിക്കുന്നത്? അയ്യയ്യേ, വാ, ഇങ്ങോട്ട് വാ. ടീച്ചർ, അല്ല, മീനിനെ ഇവിടുന്ന് കിട്ടി? അവളിരുന്ന് കളിക്കുകയായിരുന്നു. സാറിന്റെ ഡ്രസ്സൊക്കെ അവൾ അഴുക്കാക്കും. ഓ, സാരമില്ല. അല്ല മോളെ, സാർ ഇരിക്കൂ. ടീച്ചറുടെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല സുഖമുണ്ട്. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വരണമെന്ന് വിചാരിക്കായിരുന്നു. എന്നാ കുറച്ചു ദിവസം അവധിയെടുത്ത് വീട്ടിലിരുന്ന് വിശ്രമിച്ചൂടെ? ഞാനിവിടെ ഇരുന്നാൽ ആകെ ബോറടിക്കും. മാത്രമല്ല, കുട്ടികളുമായി കഴിയുമ്പോൾ പലതും മറക്കാൻ കഴിയും. ഓർക്കാൻ വിഷമമുണ്ടാക്കുന്ന വിധത്തിൽ എന്ത് കഥയാണ് ടീച്ചർക്കുള്ളത്? വേണ്ട സാർ, ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടവളാണ്. ആ കഥ ആരും അറിയണ്ട. കുറെ അധികം അപവാദങ്ങൾ ഞാൻ കേട്ടു. ഇനി ഞാൻ കാരണം മറ്റുള്ളവർ കൂടി അത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ടീച്ചർ ഇങ്ങനെ തൊട്ടാവാടിയായാലോ? എനിക്ക് സമൂഹത്തെ പേടിയാണ്. ഇങ്ങനെ ഭയന്ന് എത്ര നാൾ ജീവിക്കും? അറിയില്ല. ആ, സംസാരിച്ചു നിന്ന് സാറിന് കാപ്പി തരാൻ പോലും മറന്നു.
കുടിച്ചോ കേട്ടോ. ആ ഫോട്ടോ ടീച്ചറിന്റേതാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. അങ്ങനൊരു കാലം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ ശപിക്കപ്പെട്ട ദിനങ്ങളാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ടീച്ചറിനെ ആദ്യം മുതലേ ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്തൊക്കെയോ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. എന്താണെന്ന് എന്നോട് പറയൂ. എന്റെ തകർച്ചയുടെ കഥ മറ്റൊരാളെ അറിയിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. മറ്റൊരാളായി മാത്രമേ എന്നെ കാണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. നാളെ ഞാനിവിടെ ഉണ്ടാവില്ല. എവിടെ പോകുന്നു? ഒരു കോൺട്രാക്ട് ശരിയാക്കാനുണ്ട്. നാളെ പോകണ്ടൊരു വീട്ട. ആ പിന്നെ എപ്പോഴും തന്റെ പിന്നാലെ ചുറ്റിക്കൊണ്ട് നടന്നാലേ എന്റെ കഞ്ഞൂടി മുട്ടി പോകും. അത്രയ്ക്ക് പോസാണെങ്കിൽ എവിടെങ്കിലും പോകും. ഞാൻ പോണു. പോട്ടെ.
അച്ഛൻ മേടിച്ചോ? അയ്യോ, വർക്ക്ഷോപ്പിൽ ജോലി തിരക്കിനിടയിൽ ഞാനത് മറന്നു. സാരമില്ല, നാളെ മേടിക്കാം. ഈ ചേട്ടൻ എപ്പോഴും എങ്ങനെയാ? എന്തൊരു മറവിയാ. നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഈ ചേട്ടൻ മറക്കുമോ അനിയത്തി? എനിക്ക് ഈ ലോകത്ത് സ്നേഹിക്കാൻ നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? ആ, അതാ പറയുന്നത് വേഗം ഒരു ചേട്ടത്തിനെ കൊണ്ടുവരാൻ. നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ടേ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കൂ. കുഞ്ഞുനാളിലെ അമ്മ മരിച്ചു. അധികം താമസിയാതെ അച്ഛനും. മരിക്കുമ്പോൾ നിന്നെ എന്റെ കയ്യിലാണ് അച്ഛൻ ഏൽപ്പിച്ചത്. നിനക്കൊരു ജീവിതം കണ്ടെത്തുന്നതുവരെ എനിക്കൊരു സമാധാനമില്ല. അച്ഛനോടുള്ള വാക്ക് എനിക്ക് പാലിക്കണം. TTC പാസ്സായ ഉടനെ ആപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങിയതാണ്. ഒരു ജോലി കിട്ടണ്ടേ? ജോലിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നിന്റെ വിവാഹത്തെ കുറിച്ചാണ്. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ ചേട്ടൻ എന്താ ഇത്ര ധൃതി? ധൃതിയുണ്ട്. എങ്കിലേ ഞാനിപ്പോ കല്യാണം കഴിക്കുന്നില്ല. ആഹാ, ആദ്യം ഒരു ചേട്ടത്തിന്ന് വരട്ടെ, അല്ലെങ്കിലേ വയസ്സാകുന്നവരെ ഞാൻ ഇങ്ങനെ ഇരിക്കും. പിന്നെ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എനിക്കറിയാം. എത്ര നല്ല ചെറുക്കനായാലും ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? നല്ലൊരു പുളിങ്കമ്പ് വെട്ടി 2 അടിയും തന്ന് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് ആ, അങ്ങനെ വഴിക്കുവാ. എന്റെ മോള് പോയി ചേട്ടന്റെ ചോറ് വിളമ്പ്. ഓ, ഈ ചേട്ടൻ. അതെ. രമയോ? ഇല്ല, തന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പേ ഇന്ന് വൈകിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോയാലെന്താ? ആ, വാടോ, ജോളിയായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ ഡാളി, ബൈ. ആ, പിന്നെ നേരിൽ കാണുന്നത് വരെ ഒരു അഡ്വാൻസ്. ഇത് ഒരു അഡ്വാൻസ് മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ ഇത്. എന്താ മാഡം പതിവില്ലാതെ? രവിയേട്ടൻ ഇപ്പോൾ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ആട്ടെ, ആർക്കാ ഫോൺ ചെയ്തത്? അത് എന്റെ ഒരു ഫ്രണ്ടിന്. ആ, ശ്രീദേവി ഇരിക്കൂ. പിന്നെന്താ കാര്യം? ഞാൻ പറയാൻ വന്ന കാര്യം ഇപ്പൊ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഡത്തിന് ഇഷ്ടമില്ലെങ്കിൽ പറയണമെന്നില്ല. പക്ഷേ അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം രവിയേട്ട. വിവാഹമോ? അതെ, ഞാൻ ഗർഭിണിയാണ് രവിയേട്ട. ഇത്രയേ ഉള്ളോ? ടേക്ക് ഇറ്റ് ഈസി. ഇത്ര നിസ്സാര ഒരു കാര്യത്തിന് ശ്രീദേവി ഇങ്ങനെ പേടിച്ചാലോ? രവിയേട്ടന് നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയാണോ? ശരിയാ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ തന്നെ നമുക്കൊരു ഡോക്ടറെ കാണാം. ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നം സോൾവ്. എന്താ, ശ്രീദേവിക്ക് ഇഷ്ടമില്ലെന്നാണോ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷേ ശ്രീദേവിയെ പോലെ തന്നെ ഇക്കാര്യത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനൊരു പരിഹാര മാർഗം നിർദ്ദേശിച്ചത്. രവിയേട്ടൻ ഉടനെ എന്നെ വിവാഹം കഴിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. വിവാഹം കഴിക്കാനോ? ശ്രീദേവിയോട് എന്തെങ്കിലും ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഞാൻ ആരെയും പറഞ്ഞു പറ്റിക്കാറില്ല. രവിയേട്ടൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
അതൊരിക്കലും എന്റെ തെറ്റല്ലല്ലോ. ശ്രീദേവിയെ പലയിടത്തും വെച്ച് കണ്ടപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയോട് ഏതൊരു പുരുഷനും തോന്നാവുന്ന വികാരമേ എനിക്കും തോന്നിയിട്ടുള്ളൂ. പിന്നെ എന്റെ ഈ ജോലി അടിച്ചുള്ള നടപ്പും പണവും ആഡംബരവും ഒക്കെ കണ്ടപ്പോ ചിലപ്പോ ശ്രീദേവി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതിന് എന്നെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ലല്ലോ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ആശകളും മോഹങ്ങളും നിറച്ച് അവസാനം എല്ലാം തട്ടിത്തെറിപ്പിച്ച് രസിക്കുന്ന നിങ്ങൾ ഒരു മനുഷ്യനാണോ? തീർച്ചയായും മനുഷ്യർക്ക് മാത്രമേ ഇതൊക്കെ കഴിയൂ. നോക്ക് ശ്രീദേവി, നമ്മൾ വെറുതെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ശ്രീദേവി ഇപ്പോഴും ടെൻഷനിലാണ്. അപ്പോ വീട്ടിൽ പോയി സമാധാനമായിട്ടൊന്ന് ആലോചിക്കും. എന്നിട്ട് നാളെ കാലത്ത് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോഴേക്കും ഒരു ഡോക്ടറെ വരുത്തി ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യാം. ഇല്ല, ഒരിക്കലും ഞാനെന്ത് സമ്മതിക്കില്ല. എന്ന് പറയരുത്. ശരിക്കും ചിന്തിച്ചതിന് ശേഷമേ ഒരു തീരുമാനമെടുക്കാവൂ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ ശ്രീദേവി ഗർഭിണിയായതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സമ്മതിക്കാത്തതെങ്കിൽ ആ പ്രതീക്ഷ വേണ്ട. എക്സ്ക്യൂസ് മീ, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർക്കാനുണ്ട്. ശ്രീദേവി, നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്ത് പറ്റി? ഈശ്വര, എന്തുണ്ടായി മോളെ? എന്തായാലും ഈ ചേട്ടനോട് പറയൂ. നിന്റെ ഈ ദുഃഖം എനിക്ക് കാണാനാവില്ല. നിന്റെ ചേട്ടന്റെ ജീവനുള്ളിടത്തോളം കാലം എന്ത് കാര്യമാണെങ്കിലും പരിഹാരം കാണാവുന്നേ ഉള്ളൂ. പറ ശ്രീദേവി, എന്തുണ്ടായി? എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, ക്ഷമിക്കൂ. മോളെ, നീ എന്തായി പറയുന്നത്? ഞാൻ നശിച്ചു ചേട്ടാ. ആരാണ് ഇത് ചതിച്ചത്? പറയണേ, പറയേ. രവിയേട്ടൻ. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചതുകൊണ്ട് ഞാൻ അങ്ങ് തുടങ്ങി. ആര്? ടോഷ്ണിയോ? എന്നാ താൻ പെട്ടെന്നെങ്കിൽ പോരെ. അവള് വരുന്നതിന് മുമ്പ് നമുക്കൊരു മൂടുണ്ടാക്കാം. കുഞ്ഞനന്തരം വാനന്ദ. സാർ, ഞാൻ വന്നത് ഇരിക്കാനെന്താ? വേണ്ട സാർ, നമുക്കിരുന്ന് സംസാരിക്കാം. ഇരിക്കുന്നേ. പിന്നെ അനന്തം വന്ന കാര്യം? സാർ, ശ്രീദേവി ഗർഭിണിയാണെന്നല്ലേ എനിക്കറിയാം. സാർ, എന്റെ പെങ്ങളെ വഴിയാധാരമാക്കരുത്. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. സാർ, അവളെ വിവാഹം കഴിക്കണം. കാര്യം സംസാരിക്കുമ്പോ തുറന്നു പറയാലോ. ഞാനും ശ്രീദേവിയും കുറച്ച് അടുപ്പത്തിലായിരുന്നു സമ്മതിച്ചു. ബിസിനസ്സിൽ പല അബദ്ധങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലൊരു അബദ്ധം ആനന്ദന്റെ സഹോദരിക്കും പറ്റി. അല്ല, എനിക്കതിൽ പങ്കില്ലെന്നല്ല. ഇനിയിപ്പോ ഇലയ്ക്കും മുള്ളിനും കോട്ടം തട്ടാത്ത രീതിയിൽ നീങ്ങുന്നല്ലേ ബുദ്ധി. സാറ് പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. സാർ, അതുകൊണ്ടാണ് ഞാൻ അവളോടൊരു ഡോക്ടറെ കാണിച്ച് ഇതങ്ങ് ഇല്ലാതാക്കാമെന്ന് പറഞ്ഞു. പിന്നെ പെങ്ങള് വഴിയാധാരമാകരുതെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊട്ടിഘോഷിച്ചടക്കാതെ നേരത്തെ അവൾ ആരുടെങ്കിലും കൂടെ പറഞ്ഞേക്കാൻ നോക്കും. പണത്തിന് വേണ്ടിയാണ് അനന്തൻ വന്നതെങ്കിൽ സോറി, ഞാനതിന് തയ്യാറല്ല.
ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പപേക്ഷിക്കാനും നിനക്ക് പുതിയൊരു ജീവിതം തരാനും. നിങ്ങൾ എനിക്ക് ജീവിതം തരാനോ? അതെ ശ്രീദേവി, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്റെ ചേട്ടനെ കൊന്ന നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാനോ? നിങ്ങളെ സ്നേഹിച്ചിരുന്ന ശ്രീദേവി എന്നെ മരിച്ചു. എനിക്ക് മാപ്പ് തരൂ ശ്രീദേവി. നിന്റെ ചേട്ടന്റെ മരണം ഞാനല്ല ചെയ്തതെങ്കിലും ഞാൻ കൂടെ അതിന് ഉത്തരവാദിയാണല്ലോ എന്നുള്ള കുറ്റബോധം എന്നെ പുതിയൊരു മനുഷ്യനാക്കി. കഴിഞ്ഞ 4 ദിവസങ്ങളായി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റിന് ശ്രീദേവി എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ. കഴിഞ്ഞതെല്ലാം മറന്ന് എന്നോടൊപ്പം വരൂ ശ്രീദേവി. എന്നെ വിശ്വസിക്കൂ ശ്രീദേവി. ഇല്ല, ഇനി ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല. ദയവേത് ഇവിടുന്ന് പോകൂ പ്ലീസ്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയെങ്കിലും വേണ്ടെന്ന് വെച്ചു. ധീരത്വം കൊണ്ടല്ല, രവിയേട്ടനോടുള്ള വെല്ലുവിളിയായിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പ്രസവിക്കണമെന്നും വളർത്തണമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പെട്ടെന്നൊരു ജോലി കിട്ടുമെന്നും ഈ സ്ഥലത്ത് വരുമെന്നും. ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. ഈ നാട്ടിൽ ഞാൻ ചീത്തയാണ്. അച്ഛനാരെന്നറിയാത്ത കുഞ്ഞിനെ പ്രസവിച്ചവൾ. നാട്ടുകാരെന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ സാറിന്? നാട്ടുകാർക്ക് എന്തും പറയാമല്ലോ, അതൊന്നും പ്രശ്നമാക്കണ്ട. എല്ലാ എതിർപ്പുകളെയും തന്റെ അടുത്തോടെ നേരിട്ടാലേ ഇക്കാലത്ത് ജീവിക്കാനും. ഞാനിന്ന് ജീവിക്കുന്നത് എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ്. രവിയെ പിന്നീട് കണ്ടിട്ടില്ലേ? ഇല്ല. ഇപ്പോഴും രവി നാട്ടിൽ തന്നെയാണ്? അല്ല, അനന്തേട്ടന്റെ കേസിൽ വെറുതെ വിട്ടതിന് ശേഷം നാട്ടിലുള്ള വസ്തുവെല്ലാം വിറ്റ് രവിയേട്ടൻ എങ്ങോട്ടോ പോയെന്നറിഞ്ഞു. പിന്നെ ഞാൻ അന്വേഷിച്ചില്ല. കഴിഞ്ഞതൊക്കെ ഓർത്ത് ദുഃഖിച്ചാലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ ശ്രീദേവി. രവിയേട്ടൻ എന്തെങ്കിലും ഒരിക്കൽ എന്റെ മീനിന്റെ അച്ഛനെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ആ പ്രതീക്ഷ ഒരിക്കലും തെറ്റാതിരിക്കട്ടെ ശ്രീദേവി. രവി തിരിച്ചു വരുന്നതുവരെ ശ്രീദേവിക്ക് നഷ്ടപ്പെട്ടു പോയ അനന്തനായി എന്നെ കണക്കാക്കാം. ഒരു സഹോദരനോടെന്ന പോലെ എപ്പോഴെന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം. മോളിറങ്ങി അകത്തുകൊണ്ടുപോയി കിടന്നു. ഞാൻ ഇറങ്ങട്ടെ ശ്രീദേവി, സമയം ഒരുപാടായി. ശരി. മോനെ, മോനി പഴം തിന്നെ. ആ കണ്ടോ, കിളിയെ കണ്ടോ? വല്യേട്ടനെ കാണാൻ അമ്മയ്ക്ക് വലിയ വിഷമായിരുന്നില്ലേ? ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരിക്കുന്നറിയാമോ? എന്താ മോളെ? സ്കൂളിലെ ഒരു ടീച്ചർ വീട്ടിലാ. വല്യേട്ടന് ഊണും ഉറക്കവും. അവർക്കാണെങ്കിൽ അച്ഛനില്ലാത്ത ഒരു കുട്ടിയുണ്ട്. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്റെ ഒരു കൂട്ടുകാരി പ്രഭേട്ടന്റെ സ്കൂളിലെ ടീച്ചറാ. ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ അവൾ എനിക്ക് എഴുതി. ദാ കത്ത്. ലക്ഷ്മിയേട്ടന് മരിച്ചിട്ട് കൊല്ലമൊന്നായില്ല. അതിനു മുൻപ്. അല്ലെങ്കിൽ തന്നെ പ്രഭേട്ടന് ഇപ്പൊ ആരെ പേടിക്കാനാ? പടാ. നാളെ ഞാൻ ലീവാണ്. എന്താ കാര്യം? നാളെ മീനുന്റെ ബർത്ത്ഡേ ആണ് സർ. അല്ല, പ്രഭേട്ട തീർച്ചയായും ഉച്ചയ്ക്ക് വരണം. വരാൻ ശ്രീദേവി. ഞാൻ വരട്ടെ? ശരി. എന്താ മോളെ? മോക്ക് ഇഷ്ടപ്പെട്ടു? അമ്മ എവിടെ പോയി? നീ വേഗാവട്ടെ, ഇപ്പൊ ശരിയാവും. പിറന്നാൾ സദ്യയൊക്കെ കേമായിട്ടാണല്ലോ. ആ, പ്രഭേട്ടൻ വന്നോ? ഇപ്പൊ ചോറ് തരാം. എല്ലാം ഒന്ന് പെട്ടെന്ന് എടുത്തു വെച്ച ഭാഗരുതമ്മേ. വരെ പ്രഭേട്ട.
ഞാൻ പിന്നെ കഴിക്കാം. കഴിക്കുമോ? ഒന്നുമില്ല. എന്റെ മോൾ മറ്റൊരാളിൽ നിന്നും ലാളിനെ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. പ്രവേട്ടം കഴിക്കൂ. ഇത്രയും രുചിയുള്ള ആഹാരം ഞാൻ എന്റെ ലക്ഷ്മി ഉണ്ടായിരുന്നപ്പോഴേ കഴിച്ചിട്ടുള്ളൂ. പ്രവേട്ടം എണ്ണീറ്റുള്ളൂ. സാരമില്ല, മീന് കഴിക്കട്ടെ. അതാണ് എന്റെ രവിയേട്ടൻ. അമ്മയുടെ അടുത്താണോ അച്ഛന്റെ അടുത്താണോ ഇഷ്ടം? അമ്മയുടെ അടുത്താണെന്ന് പറയടാ കള്ള. അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മ പറയുന്ന പോലെ കേട്ടാ അമ്മ എല്ലാം വാങ്ങിച്ചു തരാം കേട്ടോ. നല്ല മോനല്ലേ? അമ്മയ്ക്കൊരു ചക്കര മുത്തം താടാ. മുഴുവൻ മോനോട് തീർത്താലോ? കുറച്ച് അച്ഛനും കൂടെ വെച്ചേക്കണം. ഇല്ലെങ്കിലോ? ഇതാ ഞാൻ അപ്പോഴേ പറഞ്ഞത്, ഇപ്പൊ വേണ്ട വേണ്ടാന്ന്. അപ്പൊ നിനക്കല്ലായിരുന്നു ധൃതി. എന്നിട്ടിപ്പൊ അനുഭവിക്കുന്ന മുഴുവൻ ഞാനും. ഇപ്പതേ എനിക്ക് കിട്ടേണ്ടതെല്ലാം അനുഭവിക്കുന്ന ഇവനാ. ഈ രവിയേട്ടൻ. ആ മോമാടാ. മക്കള് പോയി കുറെ ദൂരെ പോയി കാറ്റ് കൊണ്ടിട്ട് വാ. അവിടെയൊക്കെ പോട്ടു ചെല്. അമ്മ എങ്ങനെ കാണും? ഓ പിന്നെ വയസ്സുകാലത്ത് വല്ല രാമായണവും വായിച്ചോണ്ടിരിക്കാതെ അമ്മയ്ക്ക് ഇതല്ലേ ജോലി. അച്ഛന്റെ മോൻ തന്നെ. നീ ആള് കൊള്ളാലോടാ. ആ ഇവനാള് വർഷം. സാർ സാർ എന്താ ഭാഗ്യരഥമേ? ടീച്ചറിന് അസം കൂടുതലാ. സാർ ഉടനെ വരണം. എന്താ ശ്രീദേവി, എന്തു പറ്റി? പ്രഭേട്ട, ഞാൻ എന്റെ മോൾ അധികം സംസാരിക്കണ്ട ശ്രീദേവി. ഞാൻ പോയി ഒരു ടാക്സി വിളിച്ചോണ്ടുവരാം. വേണ്ട പ്രഭേട്ട, എന്റെ മോൾ പ്രഭേട്ടല്ലാതെ മീനിന് ഞാനുണ്ട് ശ്രീദേവി, ഞാനുണ്ട്. അമ്മയ്ക്ക് വെള്ളം കൊടുക്കുമോളെ.
ഇത്ര ധൃതി എന്താ ഡാർലിംഗ്? നിന്റെ ഭർത്താവ് ദിവസം വരുന്നതിന് മുമ്പേ സ്ഥലം വിടാന്ന് കരുതി. ഹൗ സില്ലി യു ആർ. ചന്ദ്രനെ ഷെല്ലിക്ക് ഇത്ര പേടിയാണോ? ഹേയ്, അതുകൊണ്ടൊന്നുമല്ല. അയാൾ വന്നിട്ടൊന്നും കാണാന്ന് കരുതിയിട്ടാ. കണ്ടാലെന്താ, ഒരു ചുക്കുമില്ല. ഷെല്ലി, ഇനി തൊട്ടുപോകരുത്. ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഞാൻ പണം തരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. എന്താ മോളെ? അമ്മ വരും. മോള് കരയാതെ മോളെ, കരയാതെ. അമ്മ രണ്ടടിയും കൊടുത്ത് അവിടെ കിടത്തണം സാറേ. ഓരോരോ ഗ്രഹപ്പിഴകള്. കുട്ടമ്പിള്ളേ, ഒരു കൊച്ചു കുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ? അതും ആരോരുമില്ലാത്തൊരു കുഞ്ഞ്. ആരോരുമില്ലാത്തൊരു പോലെ അനാഥാലയത്തിലും ഉണ്ടാക്കണം. കുട്ടമ്പിള്ളേ, ഞാൻ കാര്യം പറഞ്ഞ സാറിന് ദേഷ്യം വരും. എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക, സാറിന് എന്താ ഈ കൊച്ചിനോട് ഇത്ര വലിയ കാര്യം? അല്ല, ഇതിനും കൊണ്ട് നടക്കേണ്ട വല്ല കാര്യം സാറിനുണ്ടോ? ഉണ്ട് കുട്ടമ്പിള്ളേ. അതെ, ആരോടും പറയാനാകാതെ എന്റെ മനസ്സിൽ കിടന്ന് വിങ്ങുന്ന ആ രഹസ്യം ഞാൻ നിങ്ങളോട് മാത്രം പറയാം. അയാൾ ശ്രീദേവിയെ ചതിച്ചു. അവളെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കാൻ ചെന്ന അവളുടെ സഹോദരനെ അയാൾ കൊന്നു. നിങ്ങൾക്ക് അയാൾ ആരാണെന്നറിയണ്ടേ? എന്റെ സഹോദരി ജയയുടെ ഭർത്താവ് രവീന്ദ്രൻ. അതെ കുട്ടമ്പിള്ളേ, ശ്രീദേവിയിൽ രവീന്ദ്രനുണ്ടായ കുഞ്ഞാണ് ഈ കിടക്കുന്ന മീൻ. അവളെ ഞാനല്ലാതെ മറ്റാരാണ് വളർത്തേണ്ടത്? പറയൂ കുട്ടമ്പിള്ളേ. സാറൊരു വലിയ മനുഷ്യനാ. ആ നല്ല മനസ്സിന്റെ മുമ്പിൽ ശ്രീദേവി ടീച്ചറെ പുച്ഛിച്ച് നടന്ന ഞങ്ങളെല്ലാം അതൊക്കെ ഓർത്ത് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ആ നല്ല സ്ത്രീയെ ഇതൊന്നും അറിയാതെ വേദനിപ്പിച്ചവരൊക്കെ ഈ കഥയൊന്നും അറിയണം. പാടില്ല കുട്ടമ്പിള്ളേ. ഈ വിവരം പുറത്തറിഞ്ഞാൽ എന്റെ സഹോദരിയുടെ കുടുംബം തകരും. അതുകൊണ്ട് മറ്റാരും ഇതറിയാൻ പാടില്ല. ഇല്ല സർ, ഞാൻ ആരോടും പറയില്ല, സത്യം. ചേട്ടാ. ചന്ദ്രനോ? നീ എപ്പോ വന്നു? ചേട്ടാ, ചേട്ടൻ എനിക്ക് മാപ്പ് തരണം. എന്താടാ ഈ കാണിക്കുന്നത്? എനിക്ക് കുടിച്ചിട്ടുണ്ടല്ലേ? അതെ ചേട്ടാ, ഇന്ന് എന്റെ വിവാഹ വാർഷികമാണ്. ഒപ്പം വിവാഹമോചനവും. ചന്ദ്ര, ചേട്ടൻ പറഞ്ഞ അനുസരിക്കാതെ ഞാൻ വിവാഹം ചെയ്ത പെണ്ണ് എന്നെ വഞ്ചിച്ചു. ഞാൻ തൊഴിലെടുത്തവനായിപ്പോയെന്ന്. വിവാഹമോചനം കഴിഞ്ഞ് ഞാൻ കുറെ കുടിച്ചു. അപ്പോ എനിക്ക് എന്റെ ചേട്ടനെ കാണണമെന്ന് തോന്നി. മാപ്പ് ചോദിക്കാൻ. സാരമില്ല. നീ എന്തേലും കഴിച്ചോ? ഇല്ല. കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, വാ. അതെന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറുടെ കുട്ടിയാണ്. അവര് മരിച്ചുപോയി. കുട്ടിക്കാണെങ്കിൽ മറ്റാരുമില്ല. ഞാനും ഒറ്റയ്ക്കല്ലേ. നീ വാ. രഘുവേട്ടന്റെ കത്തൊന്നും വരാറില്ലേ? ഗൾഫിൽ പോയതിനു ശേഷം ആദ്യമായിട്ട് അവന്റെ ഒരു കത്ത് കിട്ടിയത് ഈയിടയ്ക്കാണ്. അതെന്താ നേരത്തെ ഒന്നും എഴുതുന്നത്? അല്ല, എഴുതാഞ്ഞിട്ടല്ല. അവൻ ഓരോ ഇടത്തേക്ക് എഴുതുമ്പോഴേക്കും ഞാൻ അവിടുന്ന് സ്ഥലം മാറിയിട്ടുണ്ട്.
അവസാനം ജയയോട് ഇവിടുത്തെ അഡ്രസ് എഴുതി വരുത്തിയിട്ടാ അവൻ ഇങ്ങോട്ട് എഴുതിയത്. അതെങ്കിലും കിട്ടിയത് ഭാഗ്യം. 2 മാസം കഴിഞ്ഞ് അവൻ ലീവിന് വരുന്നുണ്ട്. നിനക്കൊരു ജോലിക്ക് ശ്രമിക്കാൻ ഞാൻ അവൻ എഴുതാം. അത് വേണ്ട വല്യേട്ടാ. അതെന്താ? എന്റെ ഒരു ക്ലാസ്മേറ്റ് ഒരാഴ്ചയ്ക്ക് ഒരു ജോലി സംഘടിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. വെള്ളന്നൂർ റബ്ബർ വർക്സിൽ. നിന്റെ ഇഷ്ടം. ഞാൻ ഇറങ്ങട്ടെ. ശരി, വരട്ടെ മോളെ. ആ അയ്യോ 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 നടക്കാലോ. എന്താ കുട്ടമ്പിള്ളേ ബക്കറ്റും കൊണ്ട്? ബക്കറ്റ് ഫ്രീ ആയി കിട്ടിയതാ. ഫ്രീ ആയിട്ട് കിട്ടിയത്? 250 രൂപയും കിട്ടി. അയ്യോ, എവിടുന്ന്? ക്യാമ്പിൽ? ആ, സാർ അറിഞ്ഞില്ലേ, തെക്കേ കവലയിലെ കുടുംബാസൂത്രണക്കാര് ക്യാമ്പ് നടത്തുന്നുണ്ട്. ഞാൻ അവിടെ പോയി ഓപ്പറേഷൻ നടത്തി. ഞാനല്ല, ഡോക്ടർ എന്നെ. അയ്യോ, കൊള്ളാം, നന്നായി കുട്ടമ്പിള്ളേ. ഇനി ജീവനിൽ പേടിയില്ലാതെ കഴിയാലോ. ഇനി ഇതും കൊണ്ട് ആ തലയിറച്ച കൊണ്ടല്ലോ എന്റെ മൂത്ത സന്തതി അവന്റെ മുമ്പ് കൊണ്ടിട്ടിട്ട് വേണം ഇനി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ. അപ്പൊ ഞാൻ വെച്ച സാറേ. അയ്യോ, മോൾ ഉറങ്ങിയ? എന്താ വല്യേട്ടാ വൈകിയത്? ഞാൻ ഹെഡ് മാസ്റ്റർ വീട് വരെ ഒന്ന് പോയിരുന്നു. നാട്ടിൽ നിന്ന് ജയയുടെ കത്ത് വന്നിട്ടുണ്ട്. അമ്മയുടെ ഷഷ്ടിപൂർത്തി അടുത്ത ആഴ്ച. അവര് ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുക. നമുക്ക് ഇന്നോ നാളെ തിരിച്ചാലോ? ഞാൻ ഉടനെ ഇല്ല, നീ നേരത്തെ ചെല്ല്. ഒട്ടും പ്രതീക്ഷിക്കാതെ നീ അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. വല്യേട്ടൻ നേരത്തെ ചെല്ലണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന്. എനിക്ക് ഉടനെ ലീവ് കിട്ടാൻ അല്പം പ്രയാസമുണ്ട്. മാത്രമല്ല, മീനുവിനെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല. അതിനെന്താ, മോളെയും കൊണ്ട് അവിടെ താമസിക്കാമല്ലോ. ഏയ്, ഒരാഴ്ചയൊക്കെ ആകുമ്പോ അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാവും. ഞാൻ ഷഷ്ടിപൂർത്തിയുടെ അന്ന് കാലത്തെത്താം. എങ്കിൽ ഞാനും വല്യേട്ടനൊപ്പം തിരിക്കാം. അതല്ല, നീ അവിടെ നേരത്തെ എത്തിയാൽ എല്ലാം അറേഞ്ച് ചെയ്യാനും മറ്റൊരു സഹായമാവും. നാളെ തന്നെ പൊയ്ക്കോ. ഞാൻ ഒരു ഫ്രണ്ട്. അതെ അതെ, അവര് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ആ വന്നല്ലേ, വരൂ വരൂ, ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ചേട്ടൻ തീർച്ചയായിട്ടും വരുമെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. സമയത്തിന് ബസ് കിട്ടി കാണില്ല. അതെ അതെ, വല്യേട്ടന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ 2 ദിവസം മുമ്പേ വരായിരുന്നല്ലോ. ആ, ഇനി അതൊന്നും പറഞ്ഞിരുന്ന് സമയം കളയണ്ട. വരുമേ. പ്രഭാകരൻ കൂടെ വരട്ടെ മോനെ. ഇനി കാത്തിരുന്ന മുഹൂർത്തം തെറ്റും. അവൻ വരാതെ ഒന്നും വേണ്ട. അമ്മ നോക്കിയിരുന്നു. വല്യേട്ടനിപ്പം നമ്മളോട് പഴയതോരുള്ള സ്നേഹമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. ഒരമ്മയ്ക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. രഘുവിന് വരാൻ പറ്റില്ലെന്ന് അവൻ അറിയിച്ചു. പക്ഷേ പ്രഭാകരൻ ഇത്ര അടുത്തായിട്ടും വന്നില്ലെങ്കിൽ അവിടുന്ന് എത്താൻ 100 രൂപ വേണം. ഒരു പാവപ്പെട്ട സ്കൂൾ അധ്യാപകന് മാസം അവസാനം ചിലപ്പോ അത്രയും തുക മുടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് പ്രഭാകരൻ സാറിനെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. എന്റെ വയറ്റിൽ ആദ്യം ജനിച്ചവനാവൻ. പ്രഭാകരൻ വന്നില്ലെങ്കിൽ ഒരാഘോഷവും വേണ്ട. അമ്മ എന്താണ് ഈ പറയുന്നത്? ഇത്ര ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് രവിയേട്ടനാ. രാഘുകാലത്തിന് മുമ്പേ ചടങ്ങ് തുടങ്ങണം. ആ, വല്യേട്ടൻ എത്തിക്കഴിഞ്ഞു. മോനെ, എനിക്കറിയാം അവൻ വരുമെന്ന്. അവൻ എന്റെ മോനാ. അമ്മയുടെ ഷഷ്ടിപൂർത്തി ഞാൻ വരാതിരിക്കും. ഏതാ മോനെ കുഞ്ഞ്? എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാളുടെ കുട്ടിയാണ്. എന്നെ വലിയ കാര്യമാണ്. പോകാം മോനെ, വാ. അപ്പൊ ഇനി താമസിപ്പിക്കണ്ട, ചടങ്ങുകൾ തുടങ്ങാം. വരും. നല്ലപോലെ നമ്മ പിടിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ മോനെ? അല്ലമ്മേ, ഇന്ന് രാത്രി തിരിച്ചാൽ എനിക്ക് നാളെ രാവിലെ അവിടെ എത്താം. ലീവ് ഒട്ടുമില്ല. ആ, നിന്റെ ഇഷ്ടം. നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. സൈക്കിളിന്. ആ,
പറഞ്ഞിരുന്നൂടെ കൊച്ചിനെ തള്ളിയിട്ടിരുന്ന് മോങ്ങനുണ്ടല്ലേ? സംസാരിക്കാൻ പോലും കഴിവില്ലാത്തൊരു പാവം കുഞ്ഞ്. അതിനെ എങ്ങനെ? വാ മോളെ. ഓ, ഒരു തങ്കക്കുട. അഴിഞ്ഞാടി നടക്കുന്ന ഏതോ ഒരു ടീച്ചറിന്റെ കുട്ടിയല്ലേ ഇത്? വല്യേട്ടന് ഇതിനെയും കൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സത്യം പറയുമ്പോ ഒച്ച വെച്ചോണ്ടൊന്നും കാര്യമില്ല. ചേട്ടനൊരു കല്യാണം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ നടത്തി തരുമായിരുന്നു. അല്ലാതെ നാണവും മാനവും ഇല്ലാതെ കണ്ട പുരുഷന്മാരോടൊത്ത് കറങ്ങുന്ന ഒരുത്തിയുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ലായിരുന്നു. എന്നിട്ട് തന്തയായിരുന്നു പോലും അറിയാത്ത ഈ കൊച്ചിനെയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. നാണമില്ലല്ലോ വല്ലന്റെ വിഴുപ്പ് ചുമക്കാൻ. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ ഈ കുഞ്ഞിനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞാൽ വേണ്ടാത്തതാണ് പോലും. ചേട്ടന് പറയാമോ ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന്? എന്താ നാളെ ഇറങ്ങിപ്പോയോ? ഇതിന്റെ അമ്മയ്ക്ക് പോലും അറിയാത്ത കാര്യം ചേട്ടൻ എങ്ങനെ പറയാനാ? ഇനി നീ ഒരക്ഷരം വേണ്ടി പോരുത്. ഇത്രയും നേരം നീ പറഞ്ഞാൽ ഞാൻ സഹിച്ചു. നീയൊക്കെ വല്യേട്ടനെ പൂവിട്ട് പൂജിക്കണം. വല്യേട്ടൻ അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി. ചന്ദ്ര. അതെ വല്യേട്ടൻ, അന്ന് വല്യേട്ടൻ കുട്ടമ്മലോട് പറഞ്ഞല്ല ഞാൻ കേട്ടു. നിനക്കറിയേണ്ടത് ഈ കുഞ്ഞിന്റെ അച്ഛനാരാണെന്നല്ലേ? ഇതാ ഈ നിൽക്കുന്ന എന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവിന് മരിച്ചുപോയ ശ്രീദേവി ടീച്ചറുണ്ടായ കുഞ്ഞാണ് ഈ മീനു. ഭർത്താവിന്റെ കുഞ്ഞാണെങ്കിൽ മീനുവിനെ ഞാൻ വളർത്തും. വേണ്ട ജയ, ഇവൾ രവിയുടെ കുഞ്ഞാണെങ്കിലും ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ പോലെ മറ്റൊരു കുട്ടിയെയും കാണാനാവില്ല. മീൻ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു ഭാരമാവില്ല. ഇവൾ കാരണം നിന്റെ ജീവിതത്തിൽ ഒരു കാലത്തും ഒരു പോറലുണ്ടാകരുത്. മീനുവിനെ ഞാൻ വളർത്തും, എന്റെ മകളെപ്പോലെ. ആരോരുമില്ലാത്ത വിരസമായ എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഒരു മുത്ത്.